നമസ്കാരം. ഈ ദിവസത്തെ വാർത്തകളുടെ സമഗ്ര ചിത്രവുമായി ലൈവ് അറ്റ് 6 ആരംഭിക്കുകയാണ്. ആദ്യം പ്രധാന വാർത്തകൾ നോക്കാം. +2 വിജയം 78.69%. കഴിഞ്ഞ വർഷത്തേക്കാൾ 4.26% കുറവ്. 63 സ്കൂളുകൾക്ക് 100 മേനി. വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ വിജയം 71.42%. സർക്കാർ സ്കൂളുകളുടെ മോശം പ്രകടനത്തിൽ അന്വേഷണം. യാത്രക്കാരെ വലച്ച് എയർ ഇന്ത്യ എക്സ്പ്രസ് ജീവനക്കാരുടെ സമരം. 78 സർവീസുകൾ റദ്ദാക്കി. കടുത്ത നടപടിയുമായി എയർ ഇന്ത്യ. 25 പേർക്ക് പിരിച്ചുവിടൽ നോട്ടീസ്. ഇടപെട്ട് ഡൽഹി റീജിയണൽ ലേബർ കമ്മീഷണർ. വി.ഡി. സതീശൻ, കെ. സുധാകരൻ ചേരിപ്പോരിൽ ഇടപെട്ട ഹൈക്കമാൻഡ്. കെ. സുധാകരനെ ഡൽഹിക്ക് വിളിപ്പിച്ചു. ശനിയാഴ്ച എത്താൻ നിർദ്ദേശം. പരസ്യ പ്രതികരണങ്ങൾക്ക് നേതാക്കൾക്ക് വിലക്ക്. തിരുവിതാംകൂർ മലബാർ ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളിൽ അരളിക്ക് വിലക്ക്. പൂജയ്ക്കിനി അരളിപ്പൂവ് ഉപയോഗിക്കില്ല. പകരം പിച്ചിയും തുളസിയും ഉപയോഗിക്കും. തീരുമാനം ദേവസ്വം ബോർഡ് യോഗത്തിൽ. സംസ്ഥാനം ചുട്ടുപഴുക്കുന്നു. ആലപ്പുഴ ജില്ലയിൽ ഉഷ്ണതരംഗ മുന്നറിയിപ്പ്. ജില്ലയിൽ യെല്ലോ അലർട്ട്. 12 ജില്ലകളിൽ താപനില ഇനിയും ഉയരും. ജനറൽ ആശുപത്രി OP ഡ്യൂട്ടി ഡോക്ടറെ വിളിച്ചു വരുത്തി കളക്ടർ. തിരുവനന്തപുരം കളക്ടറുടെ നടപടി കുഴിനഖ ചികിത്സയ്ക്ക് ഫ്യൂഡൽ മനോഭാവമെന്ന KGMOA. ആരോഗ്യമന്ത്രിക്കും ചീഫ് സെക്രട്ടറിക്കും പരാതി. ഇസ്രയേലിലെ മലയാളികളുടെ സുരക്ഷ ഉറപ്പാക്കുമെന്ന് ഇസ്രയേൽ കോൺസുൽ ജനറൽ. പലസ്തീൻ ജനതയെ ഹമാസ് മനുഷ്യ കവചമാക്കുന്നു. ഇന്ത്യയിൽ നിന്ന് ടെൽ അവീവിലേക്ക് നേരിട്ടുള്ള വിമാന സർവീസുകൾ ഉടൻ തുടങ്ങും. ഇരു രാജ്യങ്ങളും തമ്മിൽ കൂടുതൽ സഹകരണം ഉറപ്പാക്കുമെന്നും ടാമി ബെൻഹെയ്. വിശദമായ വാർത്തകൾ നോക്കാം. +2 VHSC പരീക്ഷാ ഫലങ്ങൾ പ്രഖ്യാപിച്ചു. 2,94,888 പേർ ഉപരിപഠനത്തിന് യോഗ്യത നേടി. 78.69% വിജയശതമാനം. 39,242 പേർ എല്ലാ വിഷയത്തിലും A+ നേടി. വിജയശതമാനം കൂടുതലുള്ള ജില്ല എറണാകുളവും കുറവുള്ള ജില്ല വയനാടുമാണ്. മലപ്പുറം ജില്ലയിലാണ് കൂടുതൽ A+. 105 പേർ ഫുൾ മാർക്ക് നേടി. സയൻസ് വിഷയത്തിൽ 84.84%, കൊമേഴ്സ് വിഭാഗത്തിൽ 76.11%, ഹ്യൂമാനിറ്റീസ് വിഭാഗത്തിൽ 67.09%. വിജയം. 63 സ്കൂളുകൾ സമ്പൂർണ്ണ വിജയം നേടി. ഇതിൽ 7 സർക്കാർ സ്കൂളുകളേയുള്ളൂ. സർക്കാർ സ്കൂളുകളുടെ മോശം പ്രകടനം അന്വേഷിക്കുമെന്ന് മന്ത്രി അറിയിച്ചു. വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ 71.42% വിജയശതമാനമെന്നും വിദ്യാഭ്യാസ മന്ത്രി അറിയിച്ചു. 2,94,888 പേർ ഉപരിപഠനത്തിന് യോഗ്യത നേടി. വിജയശതമാനം 78.69%. കഴിഞ്ഞ വർഷം ഇത് 82.95% കഴിഞ്ഞ വർഷവും ഈ വർഷം തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് 4.26% കുറവാണ്. ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികളെ എല്ലാ വിഷയങ്ങൾക്കും A+ ഗ്രേഡിന് അർഹമാക്കിയ ജില്ല മലപ്പുറം. 5,659. 5,659. VHSC വിഭാഗത്തിൽ ഈ വർഷം 47 സ്കിൽ കോഴ്സുകളിലാണ് പരിശീലനം നൽകിയത്. പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികളുടെ എണ്ണം 27,586. ഉപരിപഠനത്തിന് യോഗ്യത നേടിയവർ 19,702. വിജയശതമാനം 71.42%. മുൻവർഷത്തെ വിജയശതമാനം 78.39%. വിജയശതമാനത്തിലെ വ്യത്യാസം 6.97%.
തുടർച്ചയായ രണ്ടാം ദിവസവും യാത്രക്കാരെ വലച്ച് എയർ ഇന്ത്യ എക്സ്പ്രസ് ജീവനക്കാരുടെ സമരം. തിരുവനന്തപുരത്ത് നിന്നും 7-ഉം കരിപ്പൂരിൽ നിന്ന് 5-ഉം കണ്ണൂരിൽ നിന്ന് 4-ഉം നെടുമ്പാശ്ശേരിയിൽ നിന്ന് 2-ഉം സർവീസുകൾ റദ്ദാക്കി. ആഭ്യന്തര സർവീസുകൾക്ക് പുറമെ ഷാർജ, അബുദാബി, മസ്കറ്റ്, ദമാം, അൽ ഐൻ, ജിദ്ദ, ദോഹ, സലാല എന്നിവിടങ്ങളിലേക്കുള്ള സർവീസുകളാണ് റദ്ദാക്കിയത്. പണി മുടക്കുന്ന ജീവനക്കാർക്കെതിരെ കടുത്ത നടപടിയുമായി എയർ ഇന്ത്യ രംഗത്ത് വന്നു. മുതിർന്ന ജീവനക്കാർ ഉൾപ്പെടെയുള്ള 25 പേർക്ക് എയർ ഇന്ത്യ പിരിച്ചുവിടൽ നോട്ടീസ് നൽകി. വിഷയത്തിൽ ഇടപെട്ട ഡൽഹി റീജിയണൽ ലേബർ കമ്മീഷണർ ചർച്ചയ്ക്ക് വിളിച്ചു. ഡാനി പോളിന്റെ റിപ്പോർട്ട് കാണാം. കഴിഞ്ഞ ദിവസത്തിന്റെ തുടർച്ചയായിട്ട് തന്നെ ഇന്നും ദുരിതം തുടരുകയാണ് എയർ ഇന്ത്യ എക്സ്പ്രസിലെ യാത്രക്കാർക്ക്. ഇതുവരെയും അതിനൊരു പരിഹാരമുണ്ടാക്കാൻ കഴിയുന്നില്ല എന്നതാണ്. ഇന്ന് സംസ്ഥാനത്ത് ഇതുവരെ ഏതാണ്ട് 20ഓളം സർവീസുകളെ സമരം ബാധിച്ചിട്ടുണ്ട് എന്നതാണ്. കൊച്ചിയിൽ നിന്ന് നെടുമ്പാശ്ശേരിയിൽ നിന്ന് രാവിലെ പുറപ്പെടേണ്ടിയിരുന്ന 2 വിമാനങ്ങൾ റദ്ദ് ചെയ്തിരുന്നു. ഒന്ന് മസ്കറ്റിലേക്കുള്ളതായിരുന്നു, രാവിലെ 8 മണിക്ക് പുറപ്പെടേണ്ടതായിരുന്നു. മറ്റൊന്ന് കൊൽക്കത്തയ്ക്കുള്ള വിമാനമായിരുന്നു. ഇതും റദ്ദ് ചെയ്തിട്ടുണ്ട്. ഇത് നേരത്തെ തന്നെ അറിയിപ്പുകൾ ലഭ്യമാക്കിയിരുന്നതുകൊണ്ട് യാത്രക്കാർക്ക് വിമാനത്താവളത്തിലേക്ക് എത്തേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇന്നലെ ഇത്തരം ഒരു സംവിധാനവും ഇല്ലായിരുന്നതുകൊണ്ട് തന്നെ കൂടുതൽ യാത്രക്കാർ വലയുന്നൊരവസ്ഥയാണ് ഉണ്ടായത്. അതോടൊപ്പം ഇന്ന് കരിപ്പൂരിൽ എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനങ്ങൾ 5 സർവീസുകളാണ് റദ്ദ് ചെയ്തിട്ടുള്ളത്. അലൈൻ, ജിദ്ദ, ദോഹ, സലാല, റിയാദ് എന്നിവിടങ്ങളിലേക്കുള്ള സർവീസുകൾ റദ്ദ് ചെയ്തതായിട്ട് അറിയിച്ചിട്ടുണ്ട്. തിരുവനന്തപുരത്ത് ആഭ്യന്തരവും അതോടൊപ്പം തന്നെ രാജ്യാന്തരവുമായി 7 സർവീസുകളാണ് ഇന്ന് റദ്ദ് ചെയ്തതായിട്ട് അറിയിച്ചിട്ടുള്ളത്. കണ്ണൂരിലേക്ക് വരുമ്പോൾ കണ്ണൂരിൽ 4 സർവീസുകൾ റദ്ദ് ചെയ്തു. ഷാർജ, അബുദാബി, മസ്കറ്റ്, ദമാം സർവീസുകളാണ് ഇന്ന് ഇല്ല എന്ന് ജീവനക്കാരുടെ സമരം മൂലം ഇത് റദ്ദ് ചെയ്തതായിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. എന്തായാലും ഈ സമരം തുടരുന്നു. യാത്രക്കാരുടെ ദുരിതവും ഏറുന്നു എന്നതാണ്. പലർക്കും വളരെ അടിയന്തരമായിട്ട് തന്നെ അവരുടെ ജോലി സ്ഥലങ്ങളിൽ എല്ലാം തന്നെ എത്തേണ്ടതാണ്. പക്ഷേ ഇതുവരെയും അതിനുള്ളൊരു ബദൽ സംവിധാനം ഒരുക്കി കൊടുക്കാൻ അവർക്ക് എയർ ഇന്ത്യക്ക് കഴിയുന്നില്ല എന്നതാണ് നിലവിലെത്തിയ ഒരു സാഹചര്യം. ടിക്കറ്റുകൾ പുനഃക്രമീകരിക്കാമെന്ന് പറയുമ്പോൾ അത് എയർ ഇന്ത്യ എക്സ്പ്രസിൽ തന്നെ മറ്റു ദിവസങ്ങളിലേക്ക് ക്രമീകരിക്കുമ്പോൾ ഈ സമരം തുടരുകയാണെങ്കിൽ അത് പിന്നെയും അനിശ്ചിതത്വത്തിലാവും. പണം തിരികെ നൽകാം എന്നതാണ് മറ്റൊരു ഉപാധി പറയുന്നത്. എന്തായാലും ഈ പ്രതിസന്ധി ഇപ്പോഴും തുടരുന്നു. വി ഡി സതീശൻ, കെ സുധാകരൻ ചേരിപ്പോരിൽ അനുരഞ്ജനത്തിന് ഹൈക്കമാൻഡ്. KPCC അധ്യക്ഷൻ കെ സുധാകരനെ ഡൽഹിക്ക് വിളിപ്പിച്ചു. ശനിയാഴ്ച ഡൽഹിയിലെത്താനാണ് നിർദ്ദേശം. മാധ്യമങ്ങളോട് പരസ്യ പ്രതികരണം നടത്തരുതെന്ന് നേതാക്കൾക്ക് ഹൈക്കമാൻഡ് മുന്നറിയിപ്പ് നൽകി. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും KPCC അധ്യക്ഷൻ കെ സുധാകരനും തമ്മിലുള്ള അഭിപ്രായ ഭിന്നതകൾ നേതൃത്വത്തിന് തലവേദനയാകുന്നതോടെയാണ് കെ സുധാകരനെ അടിയന്തരമായി ഡൽഹിക്ക് വിളിപ്പിക്കാനുള്ള നിർദ്ദേശം ഹൈക്കമാൻഡിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. ശനിയാഴ്ച ഡൽഹിയിലെത്താനാണ് KPCC അധ്യക്ഷനോട് ഹൈക്കമാൻഡ് നേതൃത്വം ആവശ്യപ്പെട്ടിരിക്കുന്നത്. സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പും തദ്ദേശ തെരഞ്ഞെടുപ്പും ലക്ഷ്യമാക്കി പ്രവർത്തകരും നേതാക്കളും മുമ്പോട്ട് പോകണമെന്ന നിർദ്ദേശം KC വേണുഗോപാലിന്റെ ഭാഗത്ത് നിന്ന് കഴിഞ്ഞ ദിവസം നേതൃയോഗത്തിൽ ഉണ്ടായതിന് പിന്നാലെ കെ സുധാകരൻ KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് തിരികെ ഏൽക്കുന്ന ചടങ്ങിലടക്കം മുതിർന്ന നേതാക്കൾ വിട്ടുനിന്നത് അഭിപ്രായ വ്യത്യാസത്തെ തുടർന്നാണ് എന്ന വിലയിരുത്തൽ ഹൈക്കമാൻഡിനുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ നേതാക്കൾക്കിടയിൽ അഭിപ്രായ ഭിന്നത തുടർന്നാൽ അത് പ്രവർത്തകർക്കിടയിൽ ആശയക്കുഴപ്പം സൃഷ്ടിക്കുമെന്ന വിലയിരുത്തലിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് KPCC അധ്യക്ഷനെ അനുരഞ്ജന നീക്കങ്ങളുടെ ഭാഗമായി അടിയന്തരമായി ഡൽഹിക്ക് വിളിപ്പിച്ചിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള പ്രവർത്തനങ്ങൾക്കായിരിക്കണം നേതാക്കൾ നേതൃത്വം നൽകേണ്ടത്. ഒറ്റക്കെട്ടായി മുമ്പോട്ട് പോകണമെന്ന നിർദ്ദേശവും ഹൈക്കമാൻഡ് നേതൃത്വം നൽകിയിട്ടുണ്ട്. അതോടൊപ്പം പരസ്യ പ്രതികരണങ്ങൾ നടത്തി പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്ന നടപടികളിൽ നിന്ന് മുതിർന്ന നേതാക്കൾ വിട്ടുനിൽക്കണമെന്നും മാധ്യമങ്ങളോട് ഒരു തരത്തിലുള്ള പ്രതികരണങ്ങളും പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കുന്നവരെ ഉണ്ടാകരുത് എന്ന നിർദ്ദേശവും KC വേണുഗോപാൽ ഉൾപ്പെടെയുള്ള ഹൈക്കമാൻഡ് നേതാക്കൾ പാർട്ടി നേതൃത്വത്തിന് നൽകിയിട്ടുള്ളതായാണ് സൂചന. എന്തായാലും ശനിയാഴ്ചയായിരിക്കും KPCC അധ്യക്ഷൻ ചർച്ചകളുടെ ഭാഗമായി ഡൽഹിയിലേക്ക് എത്തുക. ഡാൻ കുര്യന്റെ റിപ്പോർട്ടാണ് കണ്ടത്. സംസ്ഥാനത്ത് കനത്ത ചൂട് തുടരും. വയനാട്, ഇടുക്കി ഒഴികെയുള്ള ജില്ലകളിൽ ഉയർന്ന താപനില തുടരുമെന്നാണ് മുന്നറിയിപ്പ്. ആലപ്പുഴ ജില്ലയിൽ ഉഷ്ണതരംഗ സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. ജില്ലയിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. തിരക്കേറിയ സമയത്ത് തിരുവനന്തപുരം ജനറൽ ആശുപത്രി OP ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന ഡോക്ടറെ ജില്ലാ കളക്ടർ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയതിൽ പ്രതിഷേധവുമായി ഡോക്ടർമാർ. കുഴിനഖ വേദനയ്ക്കാണ് ജില്ലാ കളക്ടർ ജെറോമിക് ജോർജ് ഡോക്ടറെ വിളിച്ചു വരുത്തിയത്. ജില്ലാ കളക്ടർക്ക് ഫ്യൂഡൽ മനോഭാവമാണെന്നും ആരോഗ്യമന്ത്രിക്കും ചീഫ് സെക്രട്ടറിക്കും പരാതി നൽകുമെന്നും KGMOയെ അറിയിച്ചു. അതായത് തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലെ സർജറി വിഭാഗത്തിൽ ജോലി ചെയ്യുന്ന ഡോക്ടറെയാണ് DMOയെ കളക്ടർ ഓഫീസിൽ വിളിക്കുകയും ഒരു ഡോക്ടറെ അങ്ങോട്ട് വിടണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്യുന്നത്. അങ്ങനെ DMO
സമ്മർദ്ദം സഹിക്കവയ്യാതെയാണ് ജനറൽ ഹോസ്പിറ്റൽ സൂപ്രണ്ടിനെ വിവരം അറിയിക്കുകയും സൂപ്രണ്ടിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് ഡോക്ടർ പോകുന്നത്. അപ്പം നമുക്കിതിൽ പ്രതിഷേധം അറിയിക്കാനുള്ളത് ഒരു ഫ്യൂഡൽ മനോഭാവമാണ് ജില്ലാ കളക്ടർ ആരോഗ്യവകുപ്പിലെ ഡോക്ടർമാരോട് കാണിച്ചത്. അതിൽ സംഘടനയ്ക്ക് ശക്തമായ പ്രതിഷേധവും അമർഷവും ഉണ്ട്. തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ ജില്ലാ ആശുപത്രിയിലെ OP ടിക്കറ്റ് എടുക്കാനുള്ള ആളുകളുടെ ക്യൂ ആണിത്. എല്ലാ ദിവസവും ഇതുതന്നെയാണ് അവസ്ഥ. പലപ്പോഴും ഈ ക്യൂ ഈ ആശുപത്രിയുടെ കവാടം കടന്ന് പുറത്തേക്ക് റോഡിലേക്ക് നീളാറുണ്ട്. ഇന്നും വലിയ തിരക്ക് ഇവിടെയുണ്ട്. അതായത് സ്ഥിരം ഇത്തരത്തിൽ നൂറുകണക്കിന് രോഗികളാണ് മണിക്കൂറുകൾ കാത്തുനിന്ന് ചികിത്സയ്ക്കായി സർക്കാർ സംവിധാനങ്ങളെ വിശ്വസിച്ചുകൊണ്ട് സർക്കാർ ആശുപത്രിയിലെ മികച്ച ഡോക്ടർമാരെ കാണാൻ, നല്ല സേവനം ലഭിക്കാൻ കുറഞ്ഞ ചെലവിൽ OP ടിക്കറ്റിൻ്റെയും മറ്റു ചെറിയ പൈസ മാത്രമേ പലപ്പോഴും ഇവിടെ നിന്ന് ആളുകൾക്ക് നൽകേണ്ടി. അതുകൊണ്ടാണ് ഇത്രയധികം ആളുകൾ ഇവിടെ ഈ തിരക്കിൽ പ്രായമായവരും സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ നിരവധി പേർ ഇവിടെ ദിവസവും വരുന്നത്. ഇത്രയധികം തിരക്കുള്ള ഈ ആശുപത്രിയിൽ ഡോക്ടർമാരുടെ എണ്ണം കുറവെന്ന പരാതി നേരത്തെ ഡോക്ടർമാരുടെ സംഘടനകൾ ഉന്നയിക്കുന്നതാണ്. അങ്ങനെ തിരക്കേറിയ ഈ ആശുപത്രിയിൽ നിന്നാണ് തിരുവനന്തപുരം ജില്ലാ കളക്ടർ ഒരു ഡോക്ടറെ കഴിഞ്ഞ ശനിയാഴ്ച തൻ്റെ ഔദ്യോഗിക വസതിയിലേക്ക് വിളിച്ചു വരുത്തി DMOയെ സമ്മർദ്ദത്തിലാക്കി ഭീഷണിപ്പെടുത്തി ഒരു ഡോക്ടറെ ഇവിടെ നിന്ന് വിളിച്ചു വരുത്തി വീട്ടിലെത്തി, അതും അരമണിക്കൂറോളം അവിടെ കാത്ത് നിർത്തിയ ശേഷമാണ് പിന്നീട് അകത്തേക്ക് കയറാൻ പോലും സമ്മതിച്ചെന്ന് ഡോക്ടർമാർ പരാതിപ്പെടുന്നു. അങ്ങനെ ഉള്ള ഒരു വിഷയത്തിലാണ് ഇപ്പോൾ ഡോക്ടർമാരുടെ സംഘടന വലിയ പ്രതിഷേധവുമായി രംഗത്ത് വരുന്നത്. കുഴിനഖവേദനയ്ക്കാണ് തിരുവനന്തപുരം ജില്ലാ കളക്ടർ ജെറോമിക് ജോർജ് ഇത്രയധികം തിരക്കുള്ള ഈ ജനറൽ ആശുപത്രിയിലെ OPയിൽ നിന്ന് സർജറി OPയിലെ ഡോക്ടറെയാണ് ഇവിടെ നിന്ന് വീട്ടിലേക്ക് കളക്ടറെ വിളിച്ചു വരുത്തിയെന്നും ഡോക്ടർമാർ പരാതിയിൽ പറയുന്നുണ്ട്. സർജറി OPയിൽ നമുക്ക് കാണാനാവുന്ന വലിയ തിരക്കാണ്. OPയിൽ മാത്രമല്ല, ഒരുപക്ഷേ ഈ OPയിൽ നിന്ന് ടിക്കറ്റ് തുടർന്ന് മാറി ഇരിക്കുന്ന നിരവധി ആളുകൾ ഇവിടെയുണ്ട്. വയസ്സായ ആളുകൾ, സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ള ആളുകളുമുണ്ട്. അങ്ങനെയുള്ള ഒരു ആശുപത്രിയിൽ നിന്ന് വിളിച്ചു വരുത്തിയ കളക്ടർ നടപടിക്കെതിരെയാണ് ഇപ്പോൾ KGMOയെ പ്രതിഷേധവുമായി രംഗത്ത് വരുന്നത്. കളക്ടറുടേത് ഫ്യൂഡൽ മനോഭാവം എന്ന വിമർശനമാണ് ഡോക്ടർമാരുടെ സംഘടന ഉന്നയിക്കുന്നത്. ഇതാദ്യമായ എല്ലാ തിരുവനന്തപുരം ജില്ലാ കളക്ടർ ജെറോമിക് ജോർജ് ഇത്തരത്തിൽ സ്വന്തം ആവശ്യത്തിന് സ്വന്തം വസതിയിലേക്ക് ഡോക്ടറെ വിളിച്ചു വരുത്തുന്നതെന്നും ഇവർ പറയുന്നു. 3-4 മാസം മുമ്പ് ഇതുപോലെ പനി വന്നപ്പോഴും ഡോക്ടർമാരെ ഇതുപോലെ ജില്ലാ കളക്ടർ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയെന്നാണ് ഡോക്ടർമാർ പരാതിയിൽ പറഞ്ഞത്. ഈ കളക്ടറുടെ ഈ നടപടിക്കെതിരെ വലിയ പ്രതിഷേധമാണ് ഡോക്ടർമാരുടെ സംഘടനയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. ഇത്തരത്തിൽ ഡോക്ടർമാരെ വിളിച്ചു വരുത്തിയാൽ ഇനി കടുത്ത സമരത്തിലേക്ക് പോകും. ആരോഗ്യമന്ത്രിക്കും അതുപോലെ തന്നെ ചീഫ് സെക്രട്ടറിക്കും പരാതി നൽകാനും ഒരുങ്ങുകയാണ് ഡോക്ടർമാർ. ഇത്തരം നീക്കം ഈ കളക്ടറുടെ കാര്യത്തിൽ മാത്രമല്ല, VIP ഡ്യൂട്ടിയിൽ തന്നെ വലിയ പ്രതിഷേധം ഡോക്ടർമാരുടെ സംഘടനയ്ക്കുണ്ട്. VIP ഡ്യൂട്ടിക്ക് പോകുന്ന പല ഡോക്ടർമാർക്കും സ്ത്രീകളാണെങ്കിൽ പോലും അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ലഭ്യമാക്കുന്നില്ല. അതിനിടെയാണ് തിരുവനന്തപുരം ജില്ലാ കളക്ടർ ഒരു അധികാര ദുർവിനിയോഗം കാട്ടിയിരിക്കുന്ന പരാതിയാണ് ഡോക്ടർമാർക്കുള്ളതിനെതിരെ കൂടുതൽ പ്രതിഷേധവുമായി രംഗത്ത് വരാനാണ് ഡോക്ടർമാരുടെ സംഘടനകളുടെ തീരുമാനം. VV അരുണിന്റെ റിപ്പോർട്ടാണ് കണ്ടത്. ദക്ഷിണേന്ത്യയിലെ ഇസ്രായേൽ കോൺസുൽ ജനറൽ ന്യൂസ് 18നോട് കേരളത്തിൽ നിന്ന് ഇസ്രയേലിൽ ജോലിക്കെത്തുന്നവരുടെ സുരക്ഷ ഉറപ്പുവരുത്തുമെന്ന് കോൺസുലേറ്റ് ജനറൽ ടാമി ബെൻഹെയിം പറഞ്ഞു. ആതുര സേവന രംഗത്തടക്കം നിരവധി തൊഴിലവസരങ്ങളാണ് മലയാളികളെ കാത്തിരിക്കുന്നത്. വിനോദസഞ്ചാര മേഖലയിലും സഹകരണം ഉറപ്പുവരുത്തും. കേരളത്തിലേക്ക് വീണ്ടും വരാനായതിൽ സന്തോഷമുണ്ടെന്നും അവർ പറഞ്ഞു. The Israeli government and the Israeli military, the IDF, is doing all they can to protect everybody in Israel. We have safe rooms in apartments and houses and in all the villages. We have safe rooms in shopping malls and in public areas. We're doing the utmost we can to protect everybody. And that includes, obviously, people who come to visit us and people who come to visit and live with us and work with us. So many people from South India, tourists, and from high-tech and from the agriculture industry and the food industry have so many ties with Israel. And also Israelis love South India, whether it's the backwaters here or even to come to Goa and really, really so many places. There were many things, especially with Kerala because of the Jewish presence here. വിയോജിപ്പ് ഹമാസിനോടാണെന്നും പലസ്തീൻ ജനതയുടെ ഐക്യദാർഢ്യം മാത്രമെന്നും ടാമി ബെൻഹെയിം പറഞ്ഞു. പലസ്തീൻ ജനതയെ മനുഷ്യ കവചമാക്കിയാണ് ഹമാസ് കൂട്ടക്കുരുതി നടത്തുന്നത്. ഗാസ മുനമ്പിൽ 5 ലക്ഷം പേർ തെരുവിൽ അലയുകയാണെന്നും അവർ പറഞ്ഞു. The simple answer is that we're dealing with Hamas, which is a terrorist organization. It's a terrorist organization funded and backed by a terrorist backing regime of the Iranian regime. The war has been going on for 7 months now. They're hiding behind the almost 2 million people living in Gaza. They came, they attacked, they killed civilians, they kidnapped civilians, and now they're hiding behind other civilians
and are still, by the way, shooting at us and are still continuing this war. Our war is not with the Palestinian, not with the people, and not with the Palestinian Authority. Our war is specifically with Hamas, and even more specifically to stop them from shooting at us and to bring the hostages home. ഇസ്രായേൽ പ്രധാനമന്ത്രി വൈകാതെ ഇന്ത്യ സന്ദർശിക്കുമെന്ന് ദക്ഷിണേന്ത്യയിലെ ഇസ്രായേൽ കോൺസുലേറ്റ് ജനറൽ ടാമി ബെൻഹെയിം പറഞ്ഞു. ടെൽ അവീവിലേക്ക് ഇന്ത്യയിൽ നിന്ന് നേരിട്ടുള്ള വിമാന സർവീസുകൾ ഉടനുണ്ടാകും. ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പിനെ അത്ഭുതത്തോടെയാണ് നോക്കിക്കാണുന്നത്. കാർഷിക മേഖലയിലും സാങ്കേതിക രംഗത്തും പ്രതിരോധ രംഗത്തും ഇനിയും സഹകരണം ഉറപ്പാക്കുമെന്നും അവർ പറഞ്ഞു. The relationship between our two countries has just been growing and growing all the time. One, our defense cooperation has been going on for years, and I think India is, if not the biggest, and one of the two biggest partners that Israel has in this field. And we're working a lot now under Make in India, which I think is a very smart thing for the Indian economy and India in general. I love Indian elections because you work with coalitions, we work with coalitions, we have things happening, it's very dynamic, and you have such a dynamic system as well with regional parties like we have and specific parties and bigger parties. So I always feel very close to it, and I always try to follow. Whatever government it is, we'll keep working together, we'll keep doing things both for the benefit of the people of Israel, the people of India. ദക്ഷിണേന്ത്യയിലെ ഇസ്രായേൽ കോൺസുൽ ടാമി ബെൻ ഹെയ്മുമായുള്ള അഭിമുഖത്തിന്റെ പൂർണ്ണരൂപം ഇന്ന് രാത്രി 9:30 ന്യൂസ് 18 കേരളത്തിൽ കാണാം. രാഷ്ട്രീയ പ്രതിസന്ധി തുടരുന്ന ഹരിയാനയിൽ വിശ്വാസ വോട്ട് നടത്തണമെന്ന ആവശ്യവുമായി JJP കാര്യം ആവശ്യപ്പെട്ട് ദുഷ്യന്ത് ചൌട്ട ഗവർണർക്ക് കത്ത് നൽകി. സർക്കാരിന് ഭൂരിപക്ഷം നഷ്ടമായെന്നും ഗവർണർ ഇടപെടണമെന്നുമാണ് കത്തിലെ ആവശ്യം. കോൺഗ്രസ് അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നാൽ പിന്തുണയ്ക്കുമെന്നും ദുഷ്യന്ത് ചൌട്ടാല വ്യക്തമാക്കി. എന്നാൽ കോൺഗ്രസ് അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നില്ലെങ്കിൽ EDയെയും CBIയെയും പേടിച്ചായിരിക്കുമെന്നും ദുഷ്യന്ത് പരിഹസിച്ചു. ഇനി രാജ്യാന്തര വാർത്തകളുമായി കൃഷ്ണേന്ദു നായർ ചേരും. നമസ്കാരം, അന്താരാഷ്ട്ര വാർത്തകളിലേക്ക് സ്വാഗതം. റഫ ആക്രമണത്തിന് മുന്നോടിയായി ഇസ്രായേലിന് 2000 പൗണ്ട് ബോംബുകൾ വിതരണം ചെയ്യുന്നത് അമേരിക്ക താൽക്കാലികമായി നിർത്തി. ഹമാസിനെ വേരോടെ പിഴുതെറിയാൻ റഫേൽ പൂർണ്ണ തോതിലുള്ള ആക്രമണത്തിന് ഇസ്രായേൽ പദ്ധതിയിടുന്ന ആശങ്കകൾക്കിടയിൽ US തീരുമാനത്തെ തുടർന്ന് ഇറ്റലി, സ്പെയിൻ, കാനഡ എന്നിവയുൾപ്പെടെയുള്ള ആയുധ വിതരണക്കാർ ബോംബുകളുടെ വിതരണം താൽക്കാലികമായി നിർത്തിവെച്ചു. ഏകദേശം 70% സൈനിക ഉപകരണങ്ങളും അമേരിക്കയിൽ നിന്നാണ് ഇസ്രായേലിന് ലഭിച്ചിട്ടുള്ളത്. അതേസമയം ഇസ്രായേലും ഹമാസും തമ്മിലുള്ള യുദ്ധം രൂക്ഷമായിരിക്കെ ഗാസയ്ക്ക് വേണ്ടിയുള്ള വെടിനിർത്തൽ സംബന്ധിച്ച ചർച്ചകളിൽ ഇസ്രായേലിന് കൂടുതൽ ഇളവുകൾ നൽകാൻ തയ്യാറല്ലെന്ന് ഹമാസും അറിയിച്ചു. ആസ്ട്രാസെനക്ക കോവിഷീൽഡ് ഉൽപാദനവും വിതരണവും നിർത്തുന്നു. പാർശ്വഫലങ്ങളെക്കുറിച്ച് റിപ്പോർട്ടുകൾ വന്ന ആഴ്ചകൾക്ക് ശേഷം ഗ്ലോബൽ ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയായ ആസ്ട്രാസെനക്ക കോവിഡ് വാക്സിൻ പിൻവലിക്കുകയാണ്. വാക്സിൻ സ്വീകരിച്ച ആളുകളിൽ ക്ഷീണവും പനിയുമൊക്കെ ഉണ്ടാകുമെന്ന് ആദ്യമേ പറഞ്ഞിരുന്നുവെങ്കിലും TTS എന്ന രോഗസാധ്യതയെക്കുറിച്ച് കമ്പനി അറിയിച്ചിരുന്നില്ല. ത്രോംബോസിസ് വിത്ത് ത്രോംബോസൈറ്റോപീനിയ സിൻഡ്രോം എന്ന ഈ അപൂർവ രോഗം രക്തം കട്ട പിടിക്കുകയും പ്ലേറ്റ്ലെറ്റുകളുടെ എണ്ണം കുറയ്ക്കുകയും ചെയ്യുന്ന അവസ്ഥയാണ്. എന്നാൽ ആരും ആശങ്കപ്പെടേണ്ടതില്ലെന്നും 1000-ൽ 1-2 പേർക്ക് മാത്രമാണ് ഈ രോഗസാധ്യത ഉള്ളതെന്നും കമ്പനി പറയുന്നു. കഴിഞ്ഞ ദിവസമാണ് വാക്സിന് പാർശ്വഫലങ്ങളുണ്ടെന്ന് കമ്പനി തന്നെ ശരിവച്ചത്. തുടർന്ന് 51 കേസുകൾ ഫയൽ ചെയ്യുകയും ചെയ്തിരുന്നു. പാർശ്വഫലങ്ങൾ ഉള്ളതുകൊണ്ടല്ല, മറിച്ച് വിൽപ്പന കുറഞ്ഞതുകൊണ്ടാണ് നിർത്തുന്നതെന്ന് കമ്പനി അറിയിച്ചു. 2024 അവസാനത്തോടെ ഒറ്റ വിസയിൽ വിനോദസഞ്ചാരികൾക്ക് GCC മേഖല മുഴുവൻ സന്ദർശിക്കാം. പ്രവാസികൾക്കും വിനോദസഞ്ചാരികൾക്കും 6 ഗൾഫ് സഹകരണ കൗൺസിൽ രാജ്യങ്ങളും സന്ദർശിക്കാൻ അനുവദിക്കുന്ന പുതിയ വിസ സംവിധാനം വർഷാവസാനത്തോടെ നിലവിൽ വരും. ഏകീകൃത വിസ ഗൾഫ് മേഖലയിലെ വിനോദസഞ്ചാരത്തെ പുതിയ ഉയരങ്ങളിൽ എത്തിക്കുമെന്നാണ് GCC കരുതുന്നത്. UAE, സൗദി, കുവൈത്ത്, ഒമാൻ, ഖത്തർ, ബഹ്റിൻ തുടങ്ങിയ രാജ്യങ്ങളാണ് ഒറ്റ വിസ കൊണ്ട് കാണാൻ സാധിക്കുന്നത്. നിലവിൽ ഓരോ രാജ്യത്തേക്കും പോകണമെങ്കിലും പ്രത്യേകം വിസ ആവശ്യമാണ്. എന്നാൽ ഈ ഏകീകൃത വിസ നിലവിൽ വരുന്നതോടെ കാര്യങ്ങൾ കൂടുതൽ എളുപ്പമാകും. സൗദി അറേബ്യയിൽ ജയിലിൽ കഴിയുന്ന അബ്ദുൾ റഹീമിന്റെ മോചനം വീണ്ടും പ്രതിസന്ധിയിൽ. അബ്ദുൾ റഹീമിന്റെ മോചനവുമായി ബന്ധപ്പെട്ട് 7.5 ലക്ഷം റിയാൽ, അതായത് 1,66 ലക്ഷം രൂപ ആവശ്യപ്പെട്ട് വാദിഭാഗം അഭിഭാഷകൻ. കേരളത്തിൽ നിന്നും സമാഹരിച്ച ദയാധനമായ 34 കോടി രൂപ ഇന്ത്യൻ എംബസി വഴി സൗദി അറേബ്യയിലെ അക്കൗണ്ടിലേക്ക് മാറ്റാനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുകയാണ് അപ്രതീക്ഷിതമായ പ്രതിസന്ധി ഉണ്ടായിരിക്കുന്നത്.
ഈ തുക ലഭിക്കാതെ മറ്റ് നടപടിക്രമങ്ങളിലേക്ക് കടക്കില്ലെന്ന് അഭിഭാഷകൻ അറിയിച്ചതാണ് മോചനം വൈകുമെന്ന ആശങ്കയ്ക്ക് ഇടവരുത്തുന്നത്. മോചനദ്രവ്യം നൽകാൻ തയ്യാറാണെന്ന് പ്രതിഭാഗവും അത് സ്വീകരിച്ച് അബ്ദുൾ റഹീമിന് മാപ്പ് നൽകാൻ തയ്യാറാണെന്ന് വാദിഭാഗവും കോടതിയെ അറിയിച്ചിട്ടുണ്ട്. നടപടിക്രമങ്ങൾ തുടങ്ങുന്നതിന് മുൻപ് എതിർഭാഗം അഭിഭാഷകന്റെ പ്രതിഫലം കൂടി കൊടുത്താലേ റഹീമിന്റെ മോചനം സാധ്യമാകൂ. ഇതോടെ നാട്ടിലെ നിയമസഹായ സമിതി കാര്യത്തിൽ ഇടപെട്ടു. അഭിഭാഷകനുള്ള തുക സമിതി നൽകാമെന്നും ഇന്ത്യൻ എംബസി വഴിയേ പണം കൈമാറുകയുള്ളൂ എന്നും എല്ലാ പ്രതിസന്ധികളും തീർത്ത് റഹീമിനെ തിരിച്ച് നാട്ടിലെത്തിക്കുമെന്നും അറിയിച്ചു. ഇതോടെ ലോകവാർത്തകൾ അവസാനിക്കുന്നു. നമസ്കാരം. കൂടുതൽ വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. ബർജർ ഡാം സ്റ്റോപ്പ് ശതമാനം. തിരികെ വാർത്തകളിലേക്ക്. പരോളിലിറങ്ങിയ ജയിൽ പുള്ളി 20 വർഷത്തിനു ശേഷം തിരിച്ചെത്തി. പൂജപ്പുര സെൻട്രൽ ജയിലിലാണ് ഇയാൾ തിരിച്ചെത്തിയത്. കൊലക്കുറ്റത്തിന് ശിക്ഷിക്കപ്പെട്ട ഇടുക്കി സ്വദേശി തങ്കച്ചൻ 2 പതിറ്റാണ്ടിനു ശേഷം ജയിലിലേക്ക് എത്തുകയായിരുന്നു. വി വിനോദ് വിവരങ്ങളുമായി ചേരുന്നു. വിനോദ്, 20 വർഷം പോലീസിന്റെ കണ്ണുവെട്ടിച്ച് ഇയാൾ എവിടെയായിരുന്നു? ആര്യ, വയനാട്ടിലെ ചില എസ്റ്റേറ്റുകളിൽ പണിയെടുക്കുകയായിരുന്നു എന്ന മൊഴിയാണ് ഇപ്പോൾ തങ്കച്ചൻ ജയിൽ അധികൃതർക്ക് നൽകിയിട്ടുള്ളത്. മകളുടെ ഭർത്താവിനൊപ്പമാണ് തങ്കച്ചൻ ഇന്ന് ഉച്ചയോടുകൂടി ജയിലിലേക്ക് എത്തിയത്. 1997 നടന്ന ഒരു കൊലക്കേസ്, ആ കേസിലെ പ്രതിയായിരുന്നു. പിന്നീട് തങ്കച്ചനെ കോടതി ശിക്ഷിച്ചു. ഇടുക്കി സ്വദേശിയാണ്. പൂജപ്പുര സെൻട്രൽ ജയിലിലേക്ക് എത്തുന്നത് 2000-ലാണ്. 2003 തങ്കച്ചൻ പരോളിന് പോകുന്നു. അതിനുശേഷം തങ്കച്ചൻ ജയിലിലേക്ക് തിരികെ എത്തിയില്ല. തങ്കച്ചനെ തേടി പോലീസ് പലയിടങ്ങളിലായി അന്വേഷിച്ചു. മറ്റ് സംസ്ഥാനങ്ങളിലടക്കം അന്വേഷണം നടത്തി. പലപ്പോഴും ഇടുക്കിയിലെ വീട്ടിലേക്ക് പോലീസ് ഉദ്യോഗസ്ഥർ എത്തിയിരുന്നു. പക്ഷേ തങ്കച്ചൻ എവിടെ എന്നത് സംബന്ധിച്ച് കൃത്യമായ ഒരു സൂചനയും ഉണ്ടായിരുന്നില്ല. അതേസമയം തങ്കച്ചൻ ഇപ്പോൾ നൽകുന്ന മൊഴി അനുസരിച്ചാണെങ്കിൽ അതിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ വീട്ടുകാരുമായി ഇടയ്ക്ക് ബന്ധപ്പെട്ടിരുന്നു എന്ന കാര്യം തന്നെയാണ്. മാത്രവുമല്ല, മൊബൈൽ ഫോൺ പോലുള്ള ഉപകരണങ്ങൾ അത് അങ്ങനെ ഉപയോഗിക്കുന്ന ഒരു ശീലമില്ല. അതുകൊണ്ട് തന്നെ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ, ഈ മൊബൈൽ ഫോൺ പോലുള്ള വസ്തുക്കൾ ഉപയോഗിക്കാത്തത് കൊണ്ട് തങ്കച്ചനെ ട്രേസ് ചെയ്യുന്നതിനുള്ള ബുദ്ധിമുട്ട് പോലീസിന് ഉണ്ടായിരുന്നു. എവിടെയാണ് തങ്കച്ചൻ ഉണ്ടായിരുന്നതെന്നതിനെ കുറിച്ച് വലിയ വ്യക്തതയില്ല. ഇപ്പോൾ 60 വയസ്സ് കഴിയുന്നു. ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. ഇനി ജയിലിലേക്ക് എത്തുക, അങ്ങനെ തങ്കച്ചൻ പറയുന്നത് ആരോഗ്യ പ്രശ്നമുണ്ട്, ബുദ്ധിമുട്ടുകൾ, ആ ഒരു സാഹചര്യത്തിൽ തങ്കച്ചൻ എത്തിയെന്നാണ്. മറ്റെന്തെങ്കിലും കാര്യമുണ്ടോ? ജയിലിലേക്ക് എന്തെങ്കിലും ഒരു പശ്ചാത്താപം ആ നിലയ്ക്കും മറ്റോ ആണോ? മാനസാന്തരം വന്ന് ചാടിപ്പോയത് ശരിയല്ല എന്നുള്ള നിലയ്ക്കാണോ എന്ന കാര്യങ്ങളൊക്കെയും ജയിൽ അധികൃതർ പരിശോധിക്കുന്നുണ്ട്. ഇപ്പോൾ വൈദ്യ പരിശോധനയ്ക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്കാണ് കൊണ്ടുപോയിട്ടുള്ളത്. ഏതായിരുന്നാലും സംസ്ഥാനത്തിന്റെ ഒരു ചരിത്രത്തിൽ തന്നെ ഇത് ആദ്യമായിരിക്കും 20 വർഷത്തിന് ശേഷം പരോളിന് പോയ ശേഷം ശിക്ഷിക്കപ്പെട്ട ആൾ 20 വർഷത്തിന് ശേഷം വീണ്ടും ജയിലിലേക്ക് വരുന്ന ഒരു അപൂർവമായ സാഹചര്യമാണ് ഉള്ളത്. ആര്യ, തീർച്ചയായും വി വിനോദാണ് വിവരങ്ങൾ നൽകിയത്. വിനോദ് സൂചിപ്പിച്ചതുപോലെ തന്നെ സംസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ തന്നെ ഒരുപക്ഷെ ആദ്യത്തെ സംഭവമായിരിക്കും. 20 വർഷത്തിന് ശേഷം ഈ പരോളിൽ ഇറങ്ങി മുങ്ങി നടന്നത് 20 വർഷമാണ്. അതിനുശേഷം പ്രതി തന്നെ സ്വയം പൂജപ്പുര സെൻട്രൽ ജയിലിലേക്ക് എത്തി കീഴടങ്ങുകയായിരുന്നു. മറ്റു വാർത്തകൾ നോക്കാം. തിരുവിതാംകൂർ മലബാർ ദേവസ്വം ബോർഡുകളുടെ ക്ഷേത്രങ്ങളിൽ അരളിപ്പൂവ് ഒഴിവാക്കും. നിവേദ്യ സമർപ്പണം, പ്രസാദം തുടങ്ങിയവയ്ക്ക് ഇനി മുതൽ അരളിപ്പൂവ് ഉപയോഗിക്കില്ല. അതേസമയം പൂജയ്ക്ക് ഉപയോഗിക്കുന്നതിൽ തടസ്സമില്ല. അരളിപ്പൂവ് ശരീരത്തിനുള്ളിൽ കടന്നാൽ വിഷാംശം ഉണ്ടാകുമെന്ന ആശങ്ക പരിഗണിച്ചാണ് തീരുമാനം. മാതൃഭൂമി സീനിയർ ക്യാമറാമാൻ AV മുകേഷ് ഇനി കണ്ണീരോർമ്മ. സംസ്കാര ചടങ്ങുകൾ മലപ്പുറം പരപ്പനങ്ങാടിയിലെ വീട്ടുവളപ്പിൽ നടന്നു. 100 കണക്കിന് സുഹൃത്തുക്കളും സഹപ്രവർത്തകരും മുകേഷിന് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ എത്തി. രാത്രി 12 മണിയോടെയാണ് പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മൃതദേഹം മലപ്പുറം പരപ്പനങ്ങാടിയിലെ വീട്ടിലെത്തിച്ചത്. രാവിലെ മുതൽ അന്ത്യാഞ്ജലി അർപ്പിക്കാനുള്ളവരുടെ പ്രവാഹം. 10 മണിയോടെ സംസ്കാര ചടങ്ങുകൾ ആരംഭിച്ചു. സഹോദരിപുത്രൻ ചിതയ്ക്ക് തീ കൊളുത്തി. KUWJയുടെയും പൗരാവലിയുടെയും നേതൃത്വത്തിൽ അനുസ്മരണ യോഗം സംഘടിപ്പിച്ചു. ഇന്നലെയാണ് വാർത്താ റിപ്പോർട്ടിങ്ങിനിടെ കാട്ടാന ആക്രമണത്തിൽ മുകേഷിന് ജീവൻ നഷ്ടമായത്.
മുകേഷ് പകർത്തിയ ദൃശ്യങ്ങളും എഴുതിയ അക്ഷരങ്ങളും മാധ്യമപ്രവർത്തനം എങ്ങനെ ജീവിതത്തെ മാറ്റുമെന്നതിന്റെ പകരം വയ്ക്കാനില്ലാത്ത ഉത്തമ മാതൃകകളാണ്. ന്യൂസ് 18 മലപ്പുറം. കേരള തമിഴ്നാട് അതിർത്തിയായ വാൽപ്പാറയിൽ കാട്ടാന ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടു. വാൽപ്പാറ അയ്യർപാടി നെടുങ്കുന്ത്ര കോളനിയിലെ രവിയാണ് കൊല്ലപ്പെട്ടത്. വാൽപ്പാറയിലെത്തി തേൻ വിറ്റതിനു ശേഷം തിരികെ സുഹൃത്തുമൊത്ത് ബൈക്കിൽ മടങ്ങുമ്പോഴായിരുന്നു ആക്രമണം. രവി സംഭവസ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു. സുഹൃത്തിന് പരിക്കുണ്ട്. ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ച് അധ്യക്ഷൻ KP യോഹന്നാന്റെ സംസ്കാര ചടങ്ങ് തിരുവല്ല കുറ്റപ്പുഴയിലെ സഭാ ആസ്ഥാനത്ത് നടക്കും. സഭാ സിനഡിന് ശേഷമാകും തീയതിയും സമയവും സംബന്ധിച്ച് തീരുമാനമുണ്ടാവുക. മെത്രാപ്പൊലീത്ത ഇടിച്ചു വീഴ്ത്തിയ വാഹനം തിരിച്ചറിഞ്ഞു. അമേരിക്കയിലെ ടെക്സസിലെ ഡാലസിൽ വാഹനാപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലിരിക്കെ ഇന്നലെ വൈകിട്ടായിരുന്നു അന്ത്യം സംഭവിച്ചത്. കഴിഞ്ഞ ദിവസം അന്തരിച്ച അത്തനാഷ്യസ് യോഹാൻ മെത്രാപ്പൊലീത്തയ്ക്ക് അന്ത്യാഞ്ജലി അർപ്പിച്ച് നിരവധി പേരാണ് തിരുവല്ല കുറ്റിപ്പുഴയിലെ സഭാസ്ഥാനത്തെത്തുന്നത്. വിവിധ ഭദ്രാസനങ്ങളിൽ നിന്നുള്ള ബിഷപ്പുമാരും വൈദികരും വിശ്വാസികളും രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ പ്രമുഖരും സഭാസ്ഥാനത്തെത്തി. വൈദികരുടെ നേതൃത്വത്തിൽ പ്രത്യേക പ്രാർത്ഥനകളും സഭാസ്ഥാനത്ത് നടന്നു വരികയാണ്. സംസ്കാര ചടങ്ങുകൾ ഇന്ന് വൈകിട്ട് ചേരുന്ന സിനഡ് യോഗത്തിൽ തീരുമാനിക്കും. തിരുവേലി ജനിച്ചതും വളർന്നതുമെല്ലാം തിരുവല്ലയിലാണ്. ഇവിടുന്ന് കുറച്ച് മാറി നിരണമെന്ന് പറയുന്നത് കൊച്ചു ഗ്രാമത്തിലാണ് തിരുവേലി ജനിച്ചതും നമുക്കെല്ലാം അറിയാവുന്നത്. തിരുമേനിയുടെ മനസ്സും ശരീരവും ചിന്തകളും എപ്പോഴും കേരളത്തിനോടും പ്രകൃതിയോടും സഹജീവികളോടും സ്നേഹത്തോടും ചേർന്നിരിക്കുന്നതായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ തിരുമേനി അന്ത്യവിശ്രമം കൊള്ളുന്നതും ഇവിടെ ആയിരിക്കണമെന്ന് ഞങ്ങൾക്കെല്ലാം നിർബന്ധമാണ്. നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ഭൗതികദേഹം അമേരിക്കയിൽ നിന്ന് നാട്ടിലേക്ക് എത്തിക്കാനുള്ള ശ്രമം നടന്നു വരികയാണ്. 2 ദിവസം മുമ്പ് അമേരിക്കയിലെ ഡാലസിൽ വെച്ച് പ്രഭാത സവാരിക്കിടെയാണ് മെത്രാപ്പൊലീത്തയ്ക്ക് വാഹനമിടിച്ച് പരിക്കേറ്റത്. ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഇന്നലെ വൈകിട്ടായിരുന്നു മരണം. ന്യൂസ് 18 പത്തനംതിട്ട. ആര്യ രാജേന്ദ്രൻ മേയർ സ്ഥാനം ഒഴിയണമെന്നാവശ്യപ്പെട്ട് തിരുവനന്തപുരം നഗരസഭയ്ക്ക് മുന്നിൽ BJP ധർണ. ജില്ലാ പ്രസിഡന്റ് VV രാജേഷ് ഉദ്ഘാടനം ചെയ്തു. റോഡിൽ ബസ് തടഞ്ഞത് മേയറുടെ ധാർഷ്ട്യമാണെന്ന് രാജേഷ് ആരോപിച്ചു. പെൺകുട്ടിയെ കാണാൻ ബന്ധുവീട്ടിലെത്തിയ യുവാവിന് മർദ്ദനം. പത്തനംതിട്ട കുമ്മണ്ണൂർ സ്വദേശി മുഹമ്മദ് നഹാസിനാണ് പെൺകുട്ടിയുടെ ബന്ധുക്കളുടെ മർദ്ദനത്തിൽ പരിക്കേറ്റത്. കൊല്ലം തേവലക്കരയിൽ ചൊവ്വാഴ്ച രാത്രിയാണ് സംഭവം. പെൺകുട്ടിയുടെ ബന്ധുക്കളുടെ പരാതിയിൽ യുവാവിനെതിരെ പോക്സോ കേസെടുത്തു. പെൺകുട്ടിയുടെ ബന്ധുക്കൾ തേങ്ങ തുണിയിൽ കെട്ടി തന്നെ അടിച്ചെന്നാണ് യുവാവ് പറയുന്നത്. കെട്ടിത്തൂക്കിയിട്ട് മർദ്ദിച്ചുവെന്നും ആക്ഷേപമുണ്ട്. യുവാവിന്റെ ശരീരത്തിൽ മർദ്ദനത്തിന്റെ പരിക്കേറ്റതിന്റെ നിരവധി പാടുകളുണ്ട്. 16-കാരിക്ക് പിറന്നാൾ കേക്കുമായി എത്തിയപ്പോഴായിരുന്നു സംഭവം. തിരുവനന്തപുരം നെയ്യാറ്റിൻകര വെള്ളറടയിൽ പോലീസ് കസ്റ്റഡിയിൽ നിന്ന് പ്രതി ചാടിപ്പോയി. വെള്ളറട സ്വദേശി അച്ചു എന്ന ബിനോയാണ് രക്ഷപ്പെട്ടത്. ഇയാൾ കാരക്കോണം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. കഴിഞ്ഞ 5-ന് രാത്രി വെള്ളറട സ്വദേശിയായ സുദേവൻ എന്ന ആളെ മർദ്ദിച്ച കേസിലെ പ്രതിയാണ്. അച്ചുവിനോടൊപ്പം ആക്രമണം നടത്തിയ 3 പേർക്കെതിരെ വെള്ളറട പോലീസ് കേസെടുത്തിരുന്നു. ഇതിൽ അനന്തു എന്ന പ്രതി ഇപ്പോൾ റിമാൻഡിലാണ്. വെള്ളറട സ്വദേശിയായ വിഷ്ണുവിന് വേണ്ടിയുള്ള തെരച്ചിൽ തുടരുമ്പോഴായിരുന്നു ബിനോയി കസ്റ്റഡിയിൽ നിന്ന് ചാടിപ്പോയത്. ICU പീഡന കേസ് പുനരന്വേഷണത്തിന്റെ ഭാഗമായി പോലീസ് അതിജീവിതയുടെ മൊഴിയെടുത്തു. നാർക്കോട്ടിക് സെൽ ACP TP ജേക്കബിന്റെ നേതൃത്വത്തിലാണ് മൊഴിയെടുത്തത്. പുനരന്വേഷണത്തിൽ തൃപ്തയാണെന്ന് അതിജീവിത പറഞ്ഞു. അല്ല, ഞാൻ എല്ലാ കാര്യങ്ങളും ഉന്നയിച്ചിട്ടുണ്ട്. എൻ്റെ പരാതിയിലുള്ള എല്ലാ കാര്യങ്ങളും അന്വേഷിക്കാമെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. മൊഴിയെടുത്തു. ഇതുവരെയുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. പ്രീതിൻ്റെ അടുത്ത് വന്ന വീഴ്ചകളും പ്രീതി ടെസ്റ്റുകളൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് തെളിവായിട്ട് എവിടെ എഴുതി വെച്ചിട്ടില്ലല്ലോ. കേസ് പോലും എഴുതി വെച്ചിട്ടില്ല. അപ്പോൾ എല്ലാ കാര്യങ്ങളും ഡോക്ടേഴ്സിൻ്റെ ഭാഗത്ത് നിന്ന് വന്ന വീഴ്ചകളും മെഡിക്കൽ കോളേജിൻ്റെ അധികാരികളുടെ ഭാഗത്ത് നിന്ന് വീഴ്ചകളൊക്കെ ഉന്നയിച്ചിട്ടുണ്ട്. എല്ലാ പരാതിയും കൊടുത്തിട്ടുള്ളത്. തീർച്ചയായിട്ടും ഒരു പ്രതീക്ഷയുണ്ട്. കൂലിത്തർക്കത്തിൽ എറണാകുളം അമ്പലമുകൾ BPCL പ്ലാന്റിലെ ഡ്രൈവർക്ക് മർദ്ദനം. തൃശൂർ കൊടകരയിൽ വെച്ചാണ് ഡ്രൈവറെ CITU പ്രവർത്തകർ മർദ്ദിച്ചത്. മർദ്ദനത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നു.
ഇടുക്കി കുമിളിയിൽ KSRTC ബസിന്റെ യാത്ര തടസ്സപ്പെടുത്തി ബൈക്കിൽ യുവാവിന്റെ അഭ്യാസ പ്രകടനം. യാത്രാമധ്യേ ബസ് ബൈക്കിനെ ഓവർടേക്ക് ചെയ്തത് യുവാവിനെ പ്രകോപിപ്പിച്ചെന്നാണ് നിഗമനം. ബസിന് മുന്നിൽ ബൈക്ക് കൊണ്ടുവന്ന യുവാവ് ഡ്രൈവറെ അസഭ്യം പറഞ്ഞു. കുമിളി ബസ് സ്റ്റാൻഡ് വരെ 2 കിലോമീറ്റർ ബസിന് മുന്നിൽ അഭ്യാസ പ്രകടനവും നടത്തി. ബസ് സ്റ്റാൻഡിലെത്തിയതോടെ മറ്റ് 3 പേരെ കൂട്ടി യുവാവ് ബസ് കണ്ടക്ടർ, ബസ് ഡ്രൈവർ എന്നിവരെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചതായും ആരോപണമുണ്ട്. KSRTC ഉദ്യോഗസ്ഥർ പോലീസിൽ പരാതി നൽകി. കോട്ടയത്ത് ടാറിംഗ് തൊഴിലാളി മിന്നലേറ്റു മരിച്ചു. കറുകച്ചാൽ സ്വദേശി ബിനോ മാത്യു ആണ് മരിച്ചത്. ഈരാറ്റുപേട്ടയ്ക്ക് സമീപം ഇടമൊറുകിൽ സ്വകാര്യ സ്ഥാപനത്തിലെ ടാറിംഗ് ജോലിക്കിടെയാണ് മിന്നലേറ്റത്. എറണാകുളം മൂവാറ്റുപുഴയിൽ തെരുവുനായ ആക്രമണത്തിൽ കുട്ടികൾ ഉൾപ്പെടെ 8 പേർക്ക് പരിക്ക്. വഴിയിൽ കണ്ടവരെയൊക്കെ നായ കടിക്കുകയായിരുന്നു. പരിക്കേറ്റവർ മൂവാറ്റുപുഴ ജനറൽ ആശുപത്രിയിൽ ചികിത്സയിലാണ്. നായയെ ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. നഗരസഭാ അധികൃതരുടെ അറിയിപ്പിനെ തുടർന്ന് കോട്ടയത്ത് നിന്ന് നായയെ പിടിക്കുന്നതിനുള്ള സംഘം പുറപ്പെട്ടു. കോഴിക്കോട് നാദാപുരത്തും തെരുവുനായ ആക്രമണം 2 പേർക്ക് കടിയേറ്റു. കക്കംവെള്ളി ഷാദുലി റോഡിലെ ആയിഷു, നാരായണി എന്നിവർക്കാണ് കടിയേറ്റത്. ഇന്ന് രാവിലെ 9:30 മണിയോടെ കനാൽ റോഡിലാണ് സംഭവം. ആയിഷുവിന്റെ 2 കൈകൾക്കും മുഖത്തുമാണ് കടിയേറ്റത്. നാരായണിയുടെ കാലിനും കടിയേറ്റു. 2 പേരും നാദാപുരം ഗവൺമെന്റ് ആശുപത്രിയിൽ ചികിത്സ തേടി. തിരുവനന്തപുരം കാരക്കോണം മെഡിക്കൽ കോളേജ് കോഴക്കേസിൽ കുറ്റപത്രം സമർപ്പിച്ച് ED. CSI സഭാ മുൻ മോഡറേറ്റർ ബിഷപ്പ് ധർമ്മരാജ് റസാലം, കോളേജ് ഡയറക്ടർ ബെനറ്റ് എബ്രഹാം അടക്കം 4 പേരെ പ്രതി ചേർത്താണ് കുറ്റപത്രം. കൊച്ചി PMLA കോടതിയിലാണ് കുറ്റപത്രം സമർപ്പിച്ചത്. ഏറെ വിവാദമായ കേസിൽ ED കഴിഞ്ഞ ദിവസമാണ് കുറ്റപത്രം സമർപ്പിച്ചത്. എറണാകുളത്തെ സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ പരിഗണിക്കുന്ന പ്രത്യേക കോടതിയിലാണ് ED കുറ്റപത്രം സമർപ്പിച്ചത്. നിലവിൽ 4 പ്രതികളാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് ഉള്ളത്. അതിൽ ഒന്നാം പ്രതി എന്ന് പറയുന്നത് സോമർവെൽ മെമ്മോറിയൽ CSI മെഡിക്കൽ കോളേജ് തന്നെയാണ് കേസിലെ ഒന്നാം പ്രതിയായി വന്നിരിക്കുന്നത്. ബിഷപ്പ് ധർമ്മരാജ് റസാലം കേസിലെ പ്രതിയാണ് എന്നതും എടുത്തു പറയേണ്ടതാണ്. 2ാം പ്രതിയായിട്ടാണ് ധർമ്മരാജ് റസാലം വന്നിരിക്കുന്നത്. കോളേജ് ഡയറക്ടർ ഡോക്ടർ ബെനറ്റ് എബ്രഹാം, അതോടൊപ്പം തന്നെ സഭയുടെ മുൻ സെക്രട്ടറി കൂടിയായ TT പ്രവീൺ എന്നിവരും ആ കേസിലെ പ്രതിയാകുന്നു. ഇതിൽ കൂടുതൽ പ്രതികൾ ഉണ്ടാകാനുള്ളൊരു സാഹചര്യം കൂടി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. കാരണം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൂടുതൽ ഒരു അന്വേഷണം തീർച്ചയായും തന്നെ ഉണ്ട്. ഇതിൽ വിദേശ നാണ്യവിനിമയ ചട്ടമടക്കം ലംഘിച്ചു എന്ന രീതിയിലാണ് പരാതി ഉയർന്നിരുന്നത്. EDയുടെ അന്വേഷണത്തിൽ അത് ശരിവയ്ക്കുന്ന രീതിയിലാണ് EDയുടെ ഒരു അന്വേഷണം വന്നിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലായി ഇവരെല്ലാം തന്നെ വീണ്ടും ചോദ്യം ചെയ്യുന്ന രീതിയായിരുന്നു. പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ആ ഒരു സാഹചര്യത്തിലെല്ലാം തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ രീതിയിലുള്ള ചോദ്യം ചെയ്യലെല്ലാം തന്നെ ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ ED കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. കുട്ടികളിൽ നിന്ന് മുൻകൂറായി പണം സ്വീകരിക്കുകയും അതോടൊപ്പം ഇവർക്ക് ഈ പ്രവേശനം മെഡിക്കൽ കോളേജിൽ നൽകാതിരിക്കുകയും ചെയ്തു എന്നാണ് ആ പരാതിയിൽ പറഞ്ഞിരുന്നത്. ഇത് സംബന്ധിച്ച് ക്രൈംബ്രാഞ്ച് ആദ്യഘട്ട അന്വേഷണം നടത്തി കുറ്റപത്രം സമർപ്പിച്ചുവെങ്കിലും ബിഷപ്പ് റസാലം ഉൾപ്പെടെയുള്ള ഉന്നതരെ ഒഴിവാക്കുന്ന ഒരു സമീപനമായിരുന്നു. ഇതിനെ ഹൈക്കോടതി വിമർശിക്കുകയും കുറ്റപത്രം റദ്ദു ചെയ്യുകയും ചെയ്യുന്നൊരവസ്ഥയിലേക്ക് വന്നു. വൻ സ്രാവുകളെ നിങ്ങൾക്ക് തൊടാൻ ഭയമാണ് എന്ന രീതിയിൽ തന്നെ ക്രൈംബ്രാഞ്ചിനെ കോടതി വിമർശിക്കുകയും ചെയ്തിരുന്നു. പിന്നീട് ഈ കോടതിയിൽ വിദ്യാർത്ഥികൾ തന്നെ പരാതിയായി ഇത് ഉയർത്തിക്കൊണ്ടുവരുന്നു. ഈ സാഹചര്യത്തിലാണ് 2022 ED കേസിന്റെ അന്വേഷണത്തിലേക്ക് കടന്നു വരികയും പിന്നീട് പരിശോധനകൾ നടത്തുകയും ചെയ്തത്. 25 കോടി രൂപ അതിൻ്റെ ഓഡിറ്റിംഗ് ക്രമക്കേടായി അടക്കം കണ്ടെത്തുകയും ചെയ്തിരുന്നു. വലിയ രീതിയിലുള്ള ഒരു അഴിമതി ഇക്കാര്യത്തിൽ നടന്നിരിക്കുന്നു. 500 കോടിയിലധികം രൂപയുടെ ഒരു ഇടപാട് ഇക്കാര്യത്തിൽ നടന്നിട്ടുണ്ട് എന്നതാണ് പരാതിയിൽ പറയുന്നത്. ഇതിൽ വിദേശ നാണ്യ വിനിമയ ചട്ടവും ലംഘിച്ചിട്ടുണ്ട്, കള്ളപ്പണം വെളുപ്പിച്ചിട്ടുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു. ഏതായാലും ഈ പരാതിയുടെ ചൂടുപിടിച്ചാണ് ED അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോവുകയും ഇപ്പോൾ കുറ്റപത്രം സമർപ്പിക്കുകയും ചെയ്തിട്ടുള്ളത്.
ഡാനി പോളിന്റെ റിപ്പോർട്ടാണ് കണ്ടത്. കാസർഗോഡ് കോൺഗ്രസ് നേതാവിനെതിരെ നടപടി. പെരിയ ഇരട്ട കൊലപാതക കേസ് പ്രതിയുടെ മകന്റെ വിവാഹത്തിൽ പങ്കെടുത്തതിന് പ്രമോദ് പെരിയയെ മണ്ഡലം പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് നീക്കി. KPCC നിർദ്ദേശപ്രകാരമാണ് നടപടി. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ ശരത് ലാലിനെയും കൃപേഷിനെയും വെട്ടിക്കൊലപ്പെടുത്തിയ കേസിലെ 13-ാം പ്രതിയും CPIM പെരിയ ലോക്കൽ സെക്രട്ടറിയുമായ N ബാലകൃഷ്ണന്റെ മകന്റെ വിവാഹ സൽക്കാര ചടങ്ങിൽ പങ്കെടുത്ത പ്രമോദ് പെരിയയുടെ ഫോട്ടോ കഴിഞ്ഞ ദിവസങ്ങളിൽ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായാണ് പ്രചരിച്ചത്. ഇതോടെയാണ് KPCC നിർദ്ദേശപ്രകാരം പ്രമോദ് പെരിയെ അന്വേഷണ വിധേയമായി തൽസ്ഥാനത്ത് നിന്നും നീക്കം ചെയ്തതായി DCC പ്രസിഡന്റ് PK ഫൈസൽ അറിയിച്ചത്. പകരം ചുമതല ഉദുമ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് KV ഭക്തവത്സലിലാണ്. അതേസമയം ബാലകൃഷ്ണന്റെ സഹോദരൻ തൻ്റെ വീട്ടിൽ വാടക താമസക്കാരനായിരുന്നുവെന്നും ഇദ്ദേഹം ക്ഷണിച്ചാണ് താൻ ഈ വിവാഹ സൽക്കാര ചടങ്ങിൽ പങ്കെടുത്തതെന്നുമാണ് പ്രമോദ് പെരിയ നൽകിയിരിക്കുന്ന വിശദീകരണം. മാത്രമല്ല കൂടുതൽ കോൺഗ്രസ് പ്രവർത്തകരും നേതാക്കളും ഈ പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ടെന്നും പ്രമോദ് പെരിയ പറയുന്നു. എന്തായാലും പെരിയ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് കൂടിയാണ് പ്രമോദ് പെരിയ. KV ബൈജുവിന്റെ റിപ്പോർട്ടാണ് കണ്ടത്. തിരികെ എത്താം ഇടവേളയ്ക്ക് ശേഷം. ഐശ്വര്യത്തിന്റെയും സമൃദ്ധി വാർത്തകളിലേക്ക്. ഉഷ്ണതരംഗത്തിൽ സംസ്ഥാനത്തൊട്ടാകെ ചത്തുവീഴുന്ന കന്നുകാലികളിൽ ഗണ്യമായ പങ്കും ഇൻഷുറൻസ് പരിധിക്ക് പുറത്തായത് കർഷകർക്ക് തിരിച്ചടിയാകുന്നു. 3 വർഷത്തേക്കുള്ള തുക ഒന്നിച്ചടയ്ക്കുന്നതിന് പകരം ഒറ്റ വർഷത്തിൽ മാത്രം 5000 രൂപയോളം പ്രീമിയമായി അടയ്ക്കേണ്ടി വരുന്നതാണ് കർഷകരെ പ്രതിസന്ധിയിലാക്കുന്നത്. ക്ഷീരകർഷകർ ഉഷ്ണതരംഗം മൂലം വലിയ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോൾ ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട സങ്കീർണതകളാണ് പലപ്പോഴും ഈ കർഷകർക്ക് തിരിച്ചടി മാറുന്നത്. ആദ്യം ഒരു ഇൻഷുർ ചെയ്താൽ 3 വർഷത്തേക്കായിരുന്നു. അത് അതിന്റെ സംഖ്യ പകുതി പൈസ ഗവൺമെന്റ് സബ്സിഡി ആയിട്ട് പകുതിയാണ് ഞങ്ങൾ അടക്കേണ്ടത്. ഇപ്പോൾ ഒരു ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നൊന്നുമില്ല. അത് തന്നെ 1 കൊല്ലത്തേക്കേ ഉള്ളൂ. അത് 1 കൊല്ലത്തേക്ക് ഒരു പശുവിന് 60,000 റുപ്യൻ്റെ ഒക്കെ പശുവിന് ഇൻഷുർ ചെയ്യണമെങ്കിൽ 5-6 റുപ്യ വേണം. അതൊരു കർഷകന് പെട്ടെന്ന് ഇതാകില്ല. അന്നേരം അവങ്ങ പൈസ ഇല്ലാത്തതിനെ കൊണ്ടങ്ങ് നീട്ടിക്കൊണ്ടു ചെയ്യാൻ പറ്റിയല്ല. എന്തെങ്കിലും ഇവിടെ സംഭവിക്കാനുണ്ടെങ്കിൽ സാധാരണ രീതിയിൽ ഇപ്പോഴും നിങ്ങൾക്ക് നോക്കിയാലറിയാം, ഈ പാടത്തൊക്കെ ഇഷ്ടംമാതിരി പച്ചപ്പുല്ല് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ വെള്ളം എന്ന് പറഞ്ഞാൽ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളെ കിണറ്റിലൊന്നും ഏത് മോട്ടോർ വെച്ചാലും പറ്റാത്ത വെള്ളം. അപ്പം ഞങ്ങൾക്ക് ഇതൊന്നും കൊടുക്കുന്നതുകൊണ്ടൊന്നും ഇങ്ങനെ പരീക്ഷിക്കുന്നതുകൊണ്ട് ഞങ്ങൾക്കൊരു കുഴപ്പമില്ല. പക്ഷേ ഗവൺമെന്റിൽ നിന്ന് മുൻകാലങ്ങളിൽ കിട്ടിയ പോലെ ആനുകൂല്യം കിട്ടുന്നില്ല. അത് ഞങ്ങൾക്കൊരു വലിയ പ്രയാസമാണ്. കാരണം ഞങ്ങൾ പശുവിന് വാങ്ങുമ്പോൾ എന്ന് പറഞ്ഞാൽ ഒരു 10-75 റുപ്യ ഒരു പശുവിന് വാങ്ങിക്കഴിഞ്ഞാൽ 2,000-3,000 റുപ്യ കൊടുത്തിട്ട് ഇൻഷുർ ചെയ്യാറുണ്ടായിരുന്നു കഴിഞ്ഞ കാലത്ത്. ഇപ്പോഴ് അത് ഇരട്ടിയാക്കി മാറ്റുകയും അതുപോലെ തന്നെ അതിൻ്റെ സംരക്ഷണം 1 വർഷത്തേക്കാക്കി മാറ്റുകയും ചെയ്തു. അപ്പോൾ അത് ഒരു വമ്പിച്ച നഷ്ടമായിട്ടാണ് വരുന്നത്. കാരണം 80 റുപ്യ 85 റുപ്യ കൊടുത്തിട്ട് ഒരു പശുവിന് വാങ്ങിയിട്ട് 5-15 റുപ്യ കൊടുത്തിട്ട് ഇൻഷുർ ചെയ്യാന്ന് പറയുമ്പോൾ ഈ 15 റുപ്യ ഈ കറവ കാലഘട്ടത്തിൽ ഞങ്ങൾക്ക് ബെനിഫിറ്റ് വരുന്നില്ല. അപ്പോൾ ഞങ്ങൾ വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളെ കുടിയിൽ നിന്ന് കിട്ടുന്ന 10 പന്നിങ് കിട്ടുന്നുണ്ട്, അതിൻ്റെ കാശ് കൂടി ഇതിനൊക്കെ ചിലവഴിക്കേണ്ട ഒരു ഘട്ടം വരുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ എന്ത് വരും വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ മിൽമ സംവിധാനം തന്നെ ഒരു പക്ഷേ തകരാറിലായേക്കാൻ സാധ്യതയുണ്ട്. കാരണം നഷ്ടം സംഭവിച്ചിട്ട് എത്രയും നഷ്ടം സംഭവിച്ചു ഈ പാവപ്പെട്ട കർഷകർ ഇതിന് വേണ്ടിയിട്ട് ശ്രമിച്ചോളന്നില്ലല്ലോ. ഞാൻ 20 റുപ്യ എനിക്ക് പഞ്ചായത്തിൽ നിന്ന് കിട്ടിയേനും, അത് ഇതുവരെ കിട്ടിയിട്ടില്ല. എന്നാലും ഞാൻ 15 റുപ്യ കൊടുത്ത് പശുക്കിടാവിനെ വാങ്ങിയതാ. അന്നേരം പിന്നെ പോവുകയും ചെയ്ത്. ഇൻഷുറൻസ് ഒക്കെ വലിയ പാടാണ്. 1500 റുപ്യ വേണമെന്ന് തന്നെ വിചാരിച്ചു. നേരം 1500 റുപ്യ പൈസ കിട്ടിയിട്ട് ചെയ്യാലോ എന്നുള്ളതില്ല. ഇപ്പൊ ഇവിടെ ഒരു അളക്കുന്ന പാലിന്റെ അളവ് വല്ലാതെ കുറഞ്ഞിട്ടുണ്ടല്ലേ? എങ്ങനെയാണ് ഇവിടുത്തെ ഒരു? ഇവിടെ കഴിഞ്ഞ കൊല്ലൊക്കെ 650 ലിറ്റർ പാലുണ്ടായിരുന്നു. ഇപ്രാവശ്യം തീരെ കുറഞ്ഞു പോയി, 200ന്റെ അടുത്തെത്തി. ഇപ്പൊ ഈ ചൂടുകാലം കഴിയുമ്പോൾ ഇനി എത്ര പശുക്കളും ഉണ്ടാവും, എത്ര ലിറ്റർ പാല് വരുമെന്നോ ഒന്നും പറയാനാവൂല. ഇങ്ങനെ ചത്തുപോകല്ലേ. എന്തായാലും ഇതുതന്നെയാണ് പ്രശ്നം. കാരണം ക്ഷീരമേഖലയുടെ നിലനിൽപ്പ് തന്നെ അവതാളത്തിലാവുന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. പാലിന്റെ അളവ് ഗണ്യമായി കുറയുന്നു. ഒപ്പം ഇൻഷുറൻസ് തുകയായി നൽകേണ്ട ഭാരിച്ച തുക നൽകാൻ കർഷകർക്ക് കഴിയാത്തൊരു സാഹചര്യമാണ്. എന്തായാലും ഈ ഉഷ്ണതരംഗത്തിന്റെ ഒക്കെ പരിഗണിച്ച് ഒരു പ്രത്യേക പാക്കേജ് തന്നെ കർഷകർക്കായി സംസ്ഥാന സർക്കാർ നടപ്പിലാക്കണമെന്നാണ് കർഷകർ ആവശ്യപ്പെടുന്നത്. MS അനീഷ് കുമാറിന്റെ റിപ്പോർട്ടാണ് കണ്ടത്. കൊടും വേനലിൽ വലയുന്നത് മനുഷ്യർ മാത്രമല്ല, പക്ഷികളും മൃഗങ്ങളുമെല്ലാം ചൂടിന്റെ ഇരകളാണ്. കരുതലും കരുണയും എല്ലാം ഈ മിണ്ടാപ്രാണികളോടും വേണം. കൊച്ചിയിലെ മട്ടാഞ്ചേരിയിൽ അത്തരം ഒരു നല്ല മാതൃകയുണ്ട്, കാണാം. മട്ടാഞ്ചേരിക്കാർക്ക് ഇതത്ര പുതിയ കാഴ്ചയൊന്നുമല്ല. പാലസ് റോഡിൽ തുണിക്കട നടത്തുന്ന അൻസാർ
കഴിഞ്ഞ 15 വർഷമായി ഉച്ചയ്ക്ക് മുടങ്ങാതെ ചെയ്യുന്നൊരു കാര്യമാണിത്. 1 മണിയാകുന്നതോടെ അൻസാറിൻ്റെ കടയ്ക്കു മുന്നിലെ വൈദ്യുതി കമ്പികളിലും പോസ്റ്റുകളിലുമെല്ലാം പ്രാവുകൾ നിറയും. പിന്നെ കുറുകലും ചിറകടിയൊച്ചയുമൊക്കെയായി അൻസാറിനുള്ള ശ്രദ്ധ ക്ഷണിക്കൽ. ഏതാണ്ട് എല്ലാവരും വന്നുവെന്ന് ഉറപ്പായാൽ ഗോതമ്പ് നിറച്ച സഞ്ചിയുമായി അൻസാർ കടയ്ക്ക് പുറത്തേക്കിറങ്ങും. അതോടെ പ്രാവിൻ കൂട്ടവും താഴേക്ക് പറക്കും. ഇത് ഭക്ഷണം കഴിച്ച് കണ്ടത് കണ്ടില്ലേ, എന്താണ് ആട്ടുകളിൽ കിടന്നിട്ട് കുളിച്ചു മറിയുന്നത് കാണാൻ ഒരു രസമാണത്. അതെല്ലാവരും ചെയ്യുന്നത്. നമ്മുടെ എല്ലാ വീട്ടുകളിലും എല്ലാ അമ്മമാരും എല്ലാവരും വീട്ടിലുള്ള ഇതുപോലെ പ്രാവുകൾക്കും കിളികൾക്കും ഭക്ഷണം കൊടുക്കാനുള്ള ഒരു വെള്ളം കൊടുക്കാനുള്ള ഒരു തോന്നലുണ്ടാവട്ടെ. എല്ലാവർക്കും ഒരു ആഗ്രഹമാണത്. ഒരിക്കൽ ചുണ്ടുമുറിഞ്ഞ ഒരു പ്രാവിന് തീറ്റ നൽകിയതാണ് ഇപ്പോഴീ കാണുന്ന സമൂഹ സദ്യയിലേക്കുള്ള തുടക്കം. ചിലപ്പോഴെങ്കിലും സുഹൃത്തുക്കളും അൻസാറിനൊപ്പം ചേരാറുണ്ട്. സത്യത്തിൽ ഇത് ഈ ആട്ടുകല്ല് എന്നുള്ളതേ ഞങ്ങൾക്ക് ഇവിടെ അടുത്തൊരു പുത്തൂസ് എന്ന ഹോട്ടല് തന്നതാണ്. അപ്പൊ അത് ഞങ്ങളിവിടെ നിന്ന് എല്ലാവരും കൂടിയായിട്ടാണ് റോട്ടിലൂടെ തള്ളിയിട്ടാണ് കൊണ്ടുവന്നത്. 1-2 പേർക്കൊന്നും അത് പിടിച്ചാലൊന്നും പൊങ്ങിയൊന്നുമില്ല. അത്യാവശ്യം നല്ല കനമാണ്. അതിനുശേഷം എല്ലാവരും വെള്ളം നിറച്ച് വെക്കുമ്പോൾ ഇപ്പോൾ ഇവിടെ തെരുവട്ടികളൊക്കെ ആണെങ്കിൽ വെള്ളം കുടിക്കണത് ഈ ഒരു ഇതല്ല, അത്രയും ചൂടാണല്ലോ. ഒരു കാലത്ത് ധാന്യപ്പുരകളാൽ സമൃദ്ധമായിരുന്ന മട്ടാഞ്ചേരിയും പരിസര പ്രദേശങ്ങളും പക്ഷികൾക്ക് വിശപ്പടക്കാനും ആവത് നൽകിയിരുന്നു. പ്രതാപം മങ്ങിയതോടെ അൻസാറിനെ പോലുള്ളവരാണ് ഇപ്പോൾ ഇവരുടെ ആശ്രയം. ക്യാമറമാൻ മനോജിനൊപ്പം ഡാനി പോൾ, ന്യൂസ് 18 കൊച്ചി. തൊടുപുഴയിലെ പൊള്ളുന്ന ചൂടിൽ നിന്ന് രക്ഷ തേടി നടക്കുന്നവർക്ക് ആശ്വാസമാവുകയാണ് ഇടവെട്ടിയിലെ കുട്ടിവനം. മരങ്ങൾ ഇടതൂർന്ന് തിങ്ങി നിറഞ്ഞ് 40 ഏക്കറിലായി പരന്നു കിടക്കുന്ന ഇടവെട്ടിയിലെ സ്വാഭാവിക വനം ഏവരെയും ആകർഷിക്കുന്നതാണ്. കൊടും ചൂടിൽ നിന്ന് കുറച്ചാശ്വാസം. കൂടാതെ 100-ലധികം വർഷം പഴക്കമുള്ള പടുകൂറ്റൻ മരങ്ങൾ, അപൂർവ ഇനം ചിത്രശലഭങ്ങൾ, പക്ഷികൾ എന്നിവയുടെ ഒരു സങ്കേതമാണ് തൊടുപുഴയ്ക്കടുത്ത് ഇടവെട്ടിയിലുള്ളത്. 40 ഏക്കറിൽ പരന്നുകിടക്കുന്ന ഇടവെട്ടി കുട്ടിവനത്തിലാണ് ഈ മനോഹര കാഴ്ചയുള്ളത്. ഇവിടെ എത്തിയാൽ മരങ്ങൾ ഇടതൂർന്ന് തിങ്ങി നിറഞ്ഞ വനത്തിനു നടുവിലൂടെ കാഴ്ചകൾ കണ്ട് നടക്കാനാകും. ഈ സ്വാഭാവിക കുട്ടിവനത്തിലെ മനോഹര കാഴ്ചകൾ കാണാൻ എല്ലാവർക്കും അവസരമൊരുങ്ങുകയാണ്. കേന്ദ്ര സർക്കാരിന്റെ നഗരവനം പദ്ധതിയിൽ ഉൾപ്പെടുത്തി വികസന പ്രവർത്തനങ്ങൾ ഇവിടെ പുരോഗമിക്കുകയാണ്. നമ്മുടെ വിവിധ പ്രദേശങ്ങളിൽ നല്ല ചൂട്, അസഹനീയമായ ചൂടാണ്. ഈ മരങ്ങളൊക്കെ തിങ്ങി പാർക്കുന്നുകൊണ്ടും ഫ്രഷ് എയർ കിട്ടുകയും അതോടൊപ്പം തന്നെ നമ്മുടെ ബോഡി കൂളായി മൈൻഡ് ഫ്രീ ആയിട്ടുകൊണ്ട് നല്ലൊരു തണുത്തൊരു അന്തരീക്ഷം നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു പ്രദേശമാണ്. അത് ആസ്വദിക്കുവാൻ വേണ്ടി ഇതിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ ഒരുപാട് യുവതിയുവാക്കളും അതുപോലെ തന്നെ മറ്റുള്ള സഹോദരന്മാരും ഈ പ്രദേശത്ത് വരികയും ഇതിൻ്റെ പ്രകൃതി രമണീയത ആസ്വദിക്കുകയും അത് കണ്ട് മനസ്സിലാക്കി പോകുന്നുണ്ട്. 8 ഘട്ടങ്ങളിലായാണ് കുട്ടിവനത്തിൽ വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നത്. 2ാം ഘട്ട പ്രവർത്തനങ്ങൾ പൂർത്തിയായിട്ടുണ്ട്. കഫ്റ്റീരിയ, ടിക്കറ്റ് കൗണ്ടർ, ഇരിപ്പിടങ്ങൾ, 500 മീറ്റർ നടപ്പാത എന്നിവയുടെ നിർമ്മാണം ഇപ്പോൾ അവസാന ഘട്ടത്തിലാണ്. ഇനിയുള്ള ഘട്ടങ്ങളിൽ 100 ബാംബു തൈകൾ, നക്ഷത്രവനം, ബട്ടർഫ്ലൈ പ്ലാന്റേഷൻ, ഔഷധ സസ്യത്തോട്ടം, പുൽമേട് എന്നിവയും ഇവിടെ ഒരുങ്ങും. വനം വകുപ്പിന്റെ കോതമംഗലം ഡിവിഷൻ തൊടുപുഴ റേഞ്ചിന് കീഴിലാണ് ഇടവെട്ടി വനം സ്ഥിതി ചെയ്യുന്നത്. വികസന പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കുന്ന മുറയ്ക്ക് പൊതുജനങ്ങൾക്ക് ഇവിടേക്ക് പ്രവേശനം അനുവദിക്കും. ന്യൂസ് 18 തൊടുപുഴ. വേനൽക്കാലത്ത് ആരോഗ്യം നിലനിർത്താൻ സ്വീകരിക്കേണ്ട മുൻകരുതലുകളെക്കുറിച്ചുള്ള 100 കണക്കിന് വൈറൽ സന്ദേശങ്ങളാൽ സോഷ്യൽ മീഡിയ നിറയുകയാണ്. അതിലൊന്നാണ് ചൂടുകാലത്ത് തണുത്ത വെള്ളം കുടിക്കുന്നത് രക്തക്കുഴലുകൾ ചുരുങ്ങുമെന്നും സ്ട്രോക്കിന് വരെ കാരണമായേക്കുമെന്നുമുള്ള സന്ദേശം. ശരിക്കും തണുത്ത വെള്ളം കുടിച്ചാൽ സ്ട്രോക്ക് വരുമോ? നോക്കാം. കേരളം ഇക്കൊല്ലം കനത്ത ചൂടിൽ വെന്തുരുകുകയാണ്. വേനൽക്കാലത്ത് ആരോഗ്യം നിലനിർത്താൻ സ്വീകരിക്കേണ്ട മുൻകരുതലുകളെക്കുറിച്ചുള്ള 100 കണക്കിന് വൈറൽ സന്ദേശങ്ങളാൽ സോഷ്യൽ മീഡിയ നിറയുകയുമാണ്. അതിലൊന്നാണ് ചൂടുകാലത്ത് തണുത്ത വെള്ളം കുടിക്കുന്നത് രക്തക്കുഴലുകൾ ചുരുങ്ങുമെന്നും സ്ട്രോക്കിന് വരെ കാരണമായേക്കാമെന്നും ഒക്കെയുള്ള സന്ദേശം.
ശരിക്കും തണുത്ത വെള്ളം കുടിച്ചാൽ സ്ട്രോക്ക് വരുമോ? 40 മുതൽ 50 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരുന്ന അടുത്ത ഹീറ്റ് വേവിനായി തയ്യാറാകുക എന്നും പുറത്തെ ചൂടിൽ നിന്ന് അകത്തേക്ക് വരുന്നവർ തണുത്ത വെള്ളത്തിൽ കുളിക്കരുത്, തണുത്ത വെള്ളം കുടിക്കുന്നത് ഒഴിവാക്കണമെന്നുമൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു പോസ്റ്റ് സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇപ്പോൾ വൈറലാണ്. തണുത്ത വെള്ളം കുടിക്കുന്നവരുടെ രക്തക്കുഴലുകൾ പൊട്ടിത്തെറിക്കുകയും അവർക്ക് സ്ട്രോക്ക് വരികയും ചെയ്യും അത്രയും. ഹൃദയമിടിപ്പും രക്തസമ്മർദ്ദവും പെട്ടെന്ന് കുതിച്ചുയരാൻ തണുത്ത വെള്ളം കാരണമാകും. ഈ വർധനവ് ഹൃദയസ്തംഭനത്തിനും ശേഷം പക്ഷാഘാതത്തിനും കാരണമാകും. താപനില 40 ഡിഗ്രി വരെ ഉയരുമ്പോൾ തണുത്ത വെള്ളം കുടിക്കരുതെന്ന് ഡോക്ടർമാർ ഉപദേശിക്കുന്നു. ഇങ്ങനെയൊക്കെയാണ് പോസ്റ്റിൽ പറയുന്നത്. ഇത് ശാസ്ത്രീയമായി സത്യമാണോ? ഉയർന്ന താപനിലയിൽ എത്തുമ്പോൾ വളരെ തണുത്ത വെള്ളം കുടിക്കുന്നത് ചെറിയ രക്തക്കുഴലുകൾ പൊട്ടിത്തെറിക്കാൻ കാരണമാകുമെന്ന വാദത്തിന് വൈദ്യശാസ്ത്രത്തിന്റെ യാതൊരു പിന്തുണയുമില്ല. നിങ്ങൾ കുടിക്കുന്ന വെള്ളത്തിന്റെ താപനിലയും രക്തക്കുഴലുകളുമായി യാതൊരു ബന്ധവുമില്ല. ഇന്ത്യയിൽ തന്നെ 40 മുതൽ 50 ഡിഗ്രി വരെ താപനിലയുള്ള അനേകം പ്രദേശങ്ങളുണ്ട്. അവിടെ ഒന്നും രക്തക്കുഴലുകൾ പൊട്ടിയതായി റിപ്പോർട്ടുമില്ല. വ്യത്യസ്ത കാലാവസ്ഥകളോടും താപനിലകളോടും പൊരുത്തപ്പെടാൻ ശരീരത്തിന് സ്വാഭാവികമായൊരു കഴിവുണ്ട്. അതുകൊണ്ട് തന്നെ ആന്തരിക രക്തക്കുഴലുകൾ പൊട്ടുന്നതിനുള്ള അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നു എന്നതിന് തെളിവുകളൊന്നുമില്ല. കുടിക്കുന്ന ജലത്തിന്റെ താപനില തണുപ്പോ ചൂടോ ആകട്ടെ, നമ്മുടെ രക്തക്കുഴലുകളുടെ ബലത്തെ നേരിട്ട് ബാധിക്കില്ല എന്നതാണ് വാസ്തവം. ഇനി ഡീഹൈഡ്രേഷനും ക്ഷീണവും തടയാൻ ചൂടുള്ള കാലാവസ്ഥയിൽ ശരീരത്തിൽ ജലാംശം നിലനിർത്തേണ്ടത് പ്രധാനമാണ്. ചൂടുള്ള സമയത്ത് പുറത്ത് സമയം ചിലവാക്കിയ ശേഷം തണുത്ത വെള്ളം കുടിക്കുന്നത് ഹാനികരമാണെന്ന വാദം ശാസ്ത്രീയമല്ല. തണുത്ത വെള്ളത്തിന് ഉന്മേഷം നൽകാനും ശരീര താപനില നിയന്ത്രിക്കാനും കഴിയും. ഉയർന്ന ചൂടിൽ ദീർഘനേരം സമ്പർക്കം പുലർത്തിയതിനു ശേഷം തണുത്ത വെള്ളം അമിതമായ അളവുകളിൽ കഴിക്കുന്നത് ചിലപ്പോൾ ശരീരത്തിന് താൽക്കാലിക അസ്വസ്ഥതകളോ ഗുരുതരമായ കുഴപ്പങ്ങളോ ഉണ്ടാക്കാം. എങ്കിലും സാധാരണ അളവിൽ കുഴപ്പമുള്ള കാര്യമല്ല. ഈ തണുത്ത വെള്ളം നേരിട്ട് കിഡ്നിയിലെത്തി അതിന്റെ പ്രവർത്തനം തകരാറിലാക്കുമെന്ന വാദങ്ങളും തെറ്റാണ്. ശരീരത്തിന്റെ താപം പുറത്തു കളയാൻ കൂടുതൽ ബുദ്ധിമുട്ടുള്ള ചൂട് സമയങ്ങളിൽ തണുത്ത ഭക്ഷണം, വെള്ളം എന്നിവ ശരീരത്തിന്റെ ആരോഗ്യകരമായ താപനില നിലനിർത്താൻ ശരീരത്തെ സഹായിക്കുക പോലും ചെയ്യാറുണ്ട്. കൂടാതെ ഹൈപ്പർ തെർമിയ പോലുള്ള മെഡിക്കൽ സാഹചര്യങ്ങളിൽ ശരീരത്തിന്റെ താപനില പെട്ടെന്ന് കുറച്ചു കൊണ്ടുവരാൻ ഐസ് ബാത്ത് പോലുള്ള സംവിധാനങ്ങൾ ആശുപത്രികളിൽ പോലും ഉപയോഗിക്കാറുമുണ്ട്. സൂര്യപ്രകാശത്തിൽ സമയം ചെലവഴിച്ച ശേഷം ശരീരം കുളിക്കുന്നതിന് മുൻപ് അരമണിക്കൂർ കാത്തിരിക്കണമെന്നും മറ്റുമുള്ള നിർദ്ദേശങ്ങളും ശാസ്ത്രീയമല്ല. പതിവായി കുളിക്കുന്നത് ഉൾപ്പെടെയുള്ള ശുചിത്വ രീതികൾ ചൂടുകാലത്ത് മൊത്തത്തിലുള്ള ആരോഗ്യത്തിന് പ്രധാനമാണ്. കൂടാതെ നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കേണ്ട സാഹചര്യങ്ങളിൽ തൊപ്പി ഉൾപ്പെടെയുള്ള തക്കതായ വസ്ത്രധാരണവും സൺസ്ക്രീനും മറ്റും ഉപയോഗിക്കുകയും വേണം. പൊതുവായ ആരോഗ്യസ്ഥിതി, ജീവിതശൈലി ഘടകങ്ങൾ, ജനിതക കാരണങ്ങൾ എന്നിവ ഉൾപ്പെടെ ഒന്നിലധികം കാരണങ്ങൾ കൊണ്ടുണ്ടാകാവുന്ന സങ്കീർണമായ അസുഖമാണ് സ്ട്രോക്ക് അഥവാ പക്ഷാഘാതം. ചൂടിൽ നിന്ന് വന്ന ശേഷം തണുത്ത വെള്ളത്തിൽ കുളിക്കുന്നത് മനുഷ്യർ സാധാരണ ചെയ്യുന്നതാണ്. ഇത് പക്ഷാഘാതമോ ഹൃദയാഘാതമോ മറ്റെന്തെങ്കിലും തരത്തിലുള്ള രോഗങ്ങളോ ഉണ്ടാകുമെന്നതിന് കാര്യമായ തെളിവുകളൊന്നുമില്ല എന്നതാണ് മറ്റൊരു വസ്തുത. മറ്റേത് സമയത്തും ഉണ്ടാകാം എന്നതുപോലെ കുളിക്കുന്ന സമയത്തും സ്ട്രോക്കോ ഹൃദയാഘാതമോ ഒക്കെ ഉണ്ടായി എന്ന് വരാം. ഇത്തരം ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ അഭിമുഖീകരിച്ചാൽ ഉടനെ തന്നെ വൈദ്യശാസ്ത്ര സഹായം തേടുന്നതാണ് ഉചിതം. ചുരുക്കി പറഞ്ഞാൽ കുളിക്കുന്നതിനും കുടിക്കുന്നതിനും തണുത്ത വെള്ളത്തെ മാറ്റി നിർത്തേണ്ടതില്ല. പക്ഷേ തണുത്ത വെള്ളം കുടിക്കുമ്പോൾ തൽക്കാലം ഒരു ആശ്വാസം കിട്ടുമെങ്കിലും ദീർഘകാല അടിസ്ഥാനത്തിൽ ഈ ശീലം ആരോഗ്യത്തെ മോശമായി ബാധിച്ചേക്കാമെന്നും പഠനങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. തയ്യാറാക്കിയ റിപ്പോർട്ടാണ് കണ്ടത്. മറ്റൊരു വാർത്തയിലേക്ക് കടക്കുമ്പോൾ ഇടുക്കി കുട്ടിക്കാലത്ത് വാഹനാപകടത്തിൽ 2 സ്ത്രീകൾ മരിച്ചു. തിരുവനന്തപുരം ആറ്റിങ്ങൽ സ്വദേശികളായ ഭദ്ര, സിന്ധു എന്നിവരാണ് മരിച്ചത്. വിവരങ്ങളുമായി പ്രിൻസ് ജെയിംസ് ചേരുന്നു ഇടുക്കിയിൽ നിന്ന്. പ്രിൻസ്, തിരുവനന്തപുരം സ്വദേശികളാണ് ഇടുക്കിയിൽ അപകടത്തിൽ മരിച്ചത്. ഇവരവിടെ വിനോദസഞ്ചാരത്തിന് മറ്റോ വന്നതാണോ? എങ്ങനെയാണ് അപകടം സംഭവിച്ചത്? ആര്യ, ഇന്ന് ഉച്ചയ്ക്ക് ശേഷം 3:30 ഇത്തരത്തിൽ അപകടം നടന്നതായി നമുക്ക് പ്രാഥമികമായി വിവരം ലഭിക്കുന്നത്. ഇവർ കുട്ടിക്കാലത്ത് നിന്നും മുണ്ടക്കയം മേഖലയിലേക്ക് വരുന്നതിനിടെ മുറിഞ്ഞുപോയ്ക്ക് സമീപമുള്ള കടുവാപ്പാറയ്ക്ക് നിന്നും വാഹനം നിയന്ത്രണം വിട്ട് ബാരിക്കേഡ് ഇടിച്ച് വലിയ കൊക്കയിലേക്ക് മറിയുകയായിരുന്നു. ഏകദേശം 500 അടിയോളം താഴ്ചയിലുള്ള വലിയ കൊക്കയിലേക്കാണ് വാഹനം മറിഞ്ഞത്. അതുകൊണ്ട് തന്നെ
രക്ഷാപ്രവർത്തനവും ദുഷ്കരമാക്കി. ഉടൻ തന്നെ ഈ അപകടം നടന്ന ഉടൻ തന്നെ നാട്ടുകാർ ഓടിയെത്തുകയും രക്ഷാപ്രവർത്തനം ആരംഭിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ വലിയ കൊക്കയിലേക്കാണ് മറിഞ്ഞത്. അതുകൊണ്ട് തന്നെ ഇവരെ മുകളിലേക്ക് എത്തിക്കുക എന്നത് വലിയ ദുഷ്കരമായ ഒരു ഘട്ടമായി മാറി. പിന്നീട് ഫയർഫോഴ്സ് ഒക്കെ എത്തിയാണ് ഇവരെ രക്ഷാപ്രവർത്തനം നടത്തി ആളുകളെ മുകളിലേക്ക് എത്തിച്ചത്. ആകെ 6 പേരായിരുന്നു വാഹനത്തിലുണ്ടായിരുന്നത്. ഇതിൽ 2 പേർ മരണപ്പെട്ട ഒരു സാഹചര്യമുണ്ട്. ഒപ്പം ബാക്കിയുണ്ടായ പരിക്കേറ്റവരെ പാലായിലേക്ക് ആശുപത്രിയിലേക്ക് മാറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായി. എന്നാൽ ഇവരുടെ ആരോഗ്യസ്ഥിതി സംബന്ധിച്ചൊരു വ്യക്തത ഇതുവരെ വന്നിട്ടില്ല. എന്തായാലും വലിയ ഒരു അപകടമാണ് മേഖലയിൽ നടന്നതിനെ കുറിച്ച് ഇവർ വിനോദസഞ്ചാരത്തിനാണോ മറ്റു ആവശ്യങ്ങൾക്കായാണോ എത്തിയതെന്നുള്ള കാര്യത്തെക്കുറിച്ച് കൃത്യത വന്നിട്ടില്ല. എങ്കിൽ പോലും 3:30യോടെ ഇതിന് അപകടം നടക്കുകയായിരുന്നു. നാട്ടുകാരുടെ നേതൃത്വത്തിൽ പെട്ടെന്ന് തന്നെ രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കാൻ പറ്റിയെങ്കിൽ പോലും 2 ജീവനുകൾ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ആര്യ. ശരി, പ്രിൻസ് ജെയിംസ് ആണ് വിവരങ്ങൾ നൽകിയത്. USS പരീക്ഷയിൽ മികച്ച വിജയം നേടി പട്ടാമ്പി ആമയൂർ സ്കൂളിന് അഭിമാനമാവുകയാണ് പ്രിയാംശു ചൗധരി. സ്കൂളിൽ നിന്ന് പരീക്ഷ എഴുതിയവരിൽ ജയിച്ചത് പ്രിയാംശു മാത്രമാണ്. ആമയൂർ സൗത്ത് AUP സ്കൂളിൽ നിന്ന് ഇത്തവണ 10 പേരാണ് USS പരീക്ഷ എഴുതിയത്. വിജയം കരസ്ഥമാക്കിയതാകട്ടെ പ്രിയാംശു ചൗധരി മാത്രം. 5ാം ക്ലാസ് മുതൽ ആമയൂർ സ്കൂളിലാണ് പ്രിയാംശു ചൗധരിയുടെ പഠനം. പരിമിതികളെ മറികടന്നാണ് ഉത്തർപ്രദേശ് സ്വദേശി അനിൽ ചൗധരിയുടെയും രഞ്ജനയുടെയും 3 മക്കളിൽ 2ാമത്തെ മകളായ പ്രിയാംശു മിന്നും വിജയം നേടിയത്. ഞാൻ LP സ്കൂള് ശങ്കരമംഗലത്തിലാണ് പഠിച്ചത്. UP ഞാൻ ഇവിടെ ആമയൂരിലാണ് പഠിച്ചത്. 5ഉം 6ഉം 7ഉം ഞാൻ ആമയൂർ സൗത്തിലാണ് പഠിച്ചത്. പിന്നെ ഞാൻ 6ാം ക്ലാസ്സിൽ സംസ്കൃത സ്കോളർഷിപ്പ് ജയിച്ചു. 7ാം ക്ലാസ്സിലും ഞാൻ സംസ്കൃത സ്കോളർഷിപ്പ് ജയിച്ചു. പിന്നെ ഞാൻ USS എന്ന് പറയുന്ന ഒരു വലിയ എക്സാമിനേഷൻ ഞാൻ ക്രാക്ക് ചെയ്തു. എനിക്ക് നല്ല സന്തോഷമുണ്ട്. അതുമാത്രമല്ല എൻ്റെ ഫാമിലിയും എൻ്റെ നല്ല സപ്പോർട്ട് ചെയ്തു. എനിക്ക് നല്ല സന്തോഷമുണ്ട്. 8 വർഷം മുമ്പാണ് കുടുംബം തൊഴിലിനായി കൊപ്പം ആമയൂരിലെത്തിയത്. ആമയൂർ AUP സ്കൂളിന് സമീപത്തെ വർക്ക്ഷോപ്പ് തൊഴിലാളിയാണ് പ്രിയാംശുവിന്റെ പിതാവ്. ഈ വർക്ക്ഷോപ്പിൽ തന്നെയാണ് കുടുംബം കഴിയുന്നതും. സഹോദരൻ ധുബ്യാംശു ചൗധരി ഇതേ സ്കൂളിലെ 5ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. സഹോദരി പ്രിയങ്ക പട്ടാമ്പി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ 10ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. ന്യൂസ് 18 പട്ടാമ്പി. നോക്കാം സ്വർണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. വലിയ സ്വപ്നങ്ങൾ, വലിയ സന്തോഷങ്ങൾ, വലിയ കളക്ഷൻ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 6590 രൂപ, പവന് 52,720 രൂപ. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 5510 രൂപ, പവന് 44,080 രൂപ. വെള്ളി ഗ്രാമിന് 89 രൂപ, കിലോഗ്രാമിന് 89,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. വലിയ സ്വപ്നങ്ങൾ, വലിയ സന്തോഷങ്ങൾ, വലിയ കളക്ഷൻ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ലൈവ് അറ്റ് 6 പൂർണ്ണമാകുന്നു. ഇടവേളയ്ക്ക് ശേഷം പ്രൈം ഡിബേറ്റിൽ മഞ്ജുഷ് ഗോപാൽ എത്തും. നമസ്കാരം. 425